ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ യോഗത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ, ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാര്, സ്നേഹസമ്പന്നരായ ദൈവമക്കള്, ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനം അറിയിക്കും. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് ഈ വേദിയിൽ നിൽക്കുവാൻ എനിക്ക് അവസരം നൽകിയ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. എന്നെ ഈ പ്രാവശ്യവും ക്ഷണിച്ച PMG ചർച്ചിൻ്റെ ജനറൽ കൺവെൻഷൻ ഭാരവാഹികളോട് ഹൃദയംഗമായി എനിക്കുള്ള നന്ദിയെ ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു. ചെറുതും വലുതുമായ പല യോഗങ്ങളിലെ ശുശ്രൂഷിക്കാനുള്ള അവസരം ഈ പട്ടണത്തിൽ ഈ പെന്തക്കോസ്റ്റൽ മാറാനാഥ ചർച്ച് എനിക്ക് തന്നിട്ടുണ്ട്. ഞാനത് നന്ദിയോടെ ഈ തരുണത്തിൽ ഓർക്കുന്നു. വിശേഷിച്ച് ഈ പ്രസ്ഥാനത്തിൽ കർത്താവിൽ പ്രസിദ്ധരായ ദൈവദാസന്മാരുണ്ട്. ഞാൻ പേര് പരാമർശിക്കേണ്ട കാര്യമല്ലാതൊരു ഔപചാരികതയാവാം. അവരെയൊക്കെ ഓർത്ത് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇന്ന് രാത്രിയിലത്തെ നമ്മുടെ ദൈവവചന ധ്യാനത്തിനായിട്ട് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 5 വരെ. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ തലകൾ വണക്കാം. സമയമെടുത്ത് നമ്മൾ കർത്താവിനെ ആത്മാവിൽ ആരാധിച്ചു. ഒരു പരിചയത്തിൽ അല്ലാതെ, പരിചയത്തിൽ നിന്നുള്ളതല്ലാതെ, ആത്മാവിൻ്റെ ഒരു പുതുക്കത്തിൽ എത്ര പേര് ഈ സന്ധ്യയിൽ ദൈവത്തെ ആരാധിച്ചു. ഒരു നിമിഷം എല്ലാവരും തങ്ങളുടെ ആധരങ്ങളൊന്ന് ചലിപ്പിച്ച് നമ്മുടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നമ്മുടെ വാർഷിക പ്രോഗ്രാമായിട്ട് ഈ യോഗത്തെ കാണാതെ പരിശുദ്ധാത്മാവ് സംഘടിപ്പിച്ച ഒരാത്മയുദ്ധമായി ഇതിനെ കാണാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ, സംഭവ ബഹുലമായ ഒരു സംവത്സരത്തിന്റെ സമാപന ദിവസങ്ങൾ കാണുവാൻ, ഇത്രയും സൗഖ്യത്തോടെ ഈ സംവത്സരത്തിന്റെ അവസാന ദിവസങ്ങൾ കാണുവാൻ അവസരം നൽകിയ സർവശക്തന് അധരങ്ങൾ ചലിപ്പിച്ച് ഒരു നിമിഷം മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord.
ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രിക്കായിട്ട് സ്തോത്രം. വാഗ്ദത്തം പോലെ അങ്ങ് ഞങ്ങളുടെ നടുവിലുള്ളത് കൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് പൊരുള് തിരിച്ചു തരണമേ. ഈ വചനത്തിൻ്റെ ചുറ്റാകെ ഇരിക്കുന്ന ഞങ്ങളെല്ലാവരും ഇന്നു രാത്രി വചനത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. ദൈവവചനത്തിൻ്റെ പ്രകാശനത്തെ തടയുന്ന ഒരിരുട്ടിൻ്റെ ശക്തിയുണ്ടെന്ന് നിന്റെ വചനത്തിൽ ഞങ്ങൾ കാണുന്നുണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആ പോരിൻ്റെ മേൽ ജയം കൽപ്പിക്കുകയാണ്. ഈ ഓഡിറ്റോറിയത്തിന് ചുറ്റും അവിടുത്തെ ദൂതന്മാരുടെ കാവലുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകാഗ്രമായ ഹൃദയത്തോടെ പാദാന്തിക ഞങ്ങളെ ഇരുത്തണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വളരെ പ്രാർത്ഥനയോടെ ഈ രാത്രി നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. എനിക്ക് തോന്നുന്നു ഈ വാക്യം, നമ്മളിവിടെ വായിച്ച വാക്യം പ്രസംഗിക്കാത്ത ദൈവദാസന്മാരാരും ഇവിടെ ഉണ്ടാവില്ല. പ്രസംഗം കേൾക്കാത്തവരും ഉണ്ടാവില്ല. വേദപുസ്തകവുമായി സാമാന്യം അടുത്ത ബന്ധമുള്ള എല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരു ഭാഗമാണ് ഇന്ന് രാത്രി നമ്മളിവിടെ വായിച്ചത്. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഈ വേദഭാഗങ്ങൾ ചെലുത്തിയ സ്വാധീനം ചെറുതല്ല. ഈ ദൈവവചനത്തിലെ മാർമിക സത്യങ്ങൾ ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആത്മീയോത്തേജനപ്രദമാണ്. ഞാനും ദൈവവചനം പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതാണ് സത്യം. ഈ രാത്രി എനിക്കേറെ അഭിമാനമുണ്ട്. നന്നായി ദൈവവചനം രാജ്യങ്ങൾ തോറും കേരളത്തിൻ്റെ മണ്ണിലും ശക്തമായി പ്രഘോഷിക്കുന്ന, പ്രസംഗിക്കുന്ന അഭിഷക്തന്മാർ ഈ പ്രസ്ഥാനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല നല്ല സന്ദേശങ്ങൾ കേട്ട് പരിചയമുള്ളവരാണ് ദൈവമക്കൾ. വളരെ പ്രാർത്ഥനയോടെ ഈ രാത്രി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മൾ ഇവിടെ ഈ വായിച്ച ഭാഗങ്ങൾ ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ വാക്യങ്ങൾ നമ്മൾ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കാൻ പറഞ്ഞത്. അത് 2 വാക്യമേ വായിച്ചുള്ളൂ. കുഴപ്പമില്ല, കാരണം നമ്മൾ ഈ 5 വാക്യവും പ്രസംഗിക്കാൻ പോവല്ല. ഞാൻ ഈ 5 വാക്യങ്ങൾ തെരഞ്ഞെടുത്ത ഈ 5 വാക്യങ്ങളെ 3ആയി വിഭജിച്ച് ഇതിലെ 1-ാം ഭാഗം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു വിഷയ ധ്യാനത്തിൻ്റെ സഹായത്തിനായിട്ടാണ് ഞാൻ ആ നിലയിൽ വാക്യം വായിക്കാനായിട്ട് ഓർപ്പിച്ചത്. താഴോട്ട് നമ്മൾ വായിക്കും. 1, ക്രിസ്തുവിൽ എന്തുണ്ട്. 2, നിങ്ങളിൽ, നമ്മളിൽ എന്തുണ്ടായിരിക്കണം. 3, നമ്മിൽ എന്തുണ്ടായിരിക്കരുത്.
ഞാൻ ഇങ്ങനെ ഒരു വിഭജനത്തിന് ശ്രമിച്ചത് കൊണ്ടാണ് 5 വാക്യങ്ങൾ വായിക്കാം എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ 5 വാക്യങ്ങൾ മുഴുവനും നമ്മൾ ധ്യാനിക്കാൻ സമയമെടുക്കുന്നില്ല. ഒന്നുകൂടെ പറയാം, ക്രിസ്തുവിൽ എന്തുണ്ട്? നമ്മിൽ എന്തുണ്ടായിരിക്കണം? 3, നമ്മിൽ എന്തുണ്ടായിരിക്കരുത്? ഈ 1-ാം വാക്യം എനിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാല് നമ്മുടെ കർത്താവിന് ചേരുന്ന ഒരു ശൈലിയല്ല. ആ 1-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ക്രിസ്തുവിൽ പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ പറഞ്ഞ ആ വാക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. നമ്മുടെ കർത്താവിന് ചേരുവോ അത്, ആ പ്രയോഗം ഉണ്ടെങ്കിൽ? നമ്മളൊരാളിനോട് പൈസ ചോദിക്കുമ്പോൾ ചിലര് ചോദിക്കും, പൈസ വല്ലതും ഉണ്ടെങ്കിൽ ഒരു 500 രൂപ, അങ്ങനെ ചോദിക്കുന്നുണ്ടോ? പൈസ വല്ലതും കാണുമോ? ഉണ്ടെങ്കിൽ ഒരു 500 രൂപ കിട്ടിയാൽ കൊള്ളായിരുന്നു. ശരിക്കും ആ ശൈലിയല്ലേ ഇവിടെ? ഉണ്ടെങ്കിൽ. എനിക്ക് 2-ാമത്തെ ഭാഗം പ്രബോധനം ഉണ്ടെങ്കിൽ എന്നുള്ള വാക്യം വായിച്ചപ്പോൾ എനിക്ക് അത്ര ഞാൻ ശ്രദ്ധിച്ചില്ലത്. പക്ഷെ സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും അപ്പം ആ മലയാള പ്രയോഗത്തിന് 2 അർത്ഥമില്ലേ? ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ഉണ്ടാവാം, ഇല്ലാതെ ആവാം. അത് കർത്താവിന് ചേരുവോ? അവനിൽ സ്നേഹമുണ്ട്, അവനിൽ ആശ്വാസമുണ്ട്. അപ്പം പിന്നെ ഞാൻ തന്നെ പറഞ്ഞ ഉണ്ടെങ്കിൽ നിന്നുള്ള ആ പ്രയോഗം വിവർത്തനത്തിലെയോ പരിഭാഷയിലെയോ ഒരു ചെറിയ പോരായ്മയാണ്. ഇതുപോലെ നമ്മുടെ കർത്താവിന് ചേരുന്നതല്ല എന്ന് നമുക്ക് തോന്നുന്ന ചില പ്രയോഗങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നുന്ന കാര്യങ്ങൾ. ഈ യേശു ഒരിക്കൽ പുരുഷാരത്തിൽ തിരിഞ്ഞു ചോദിച്ചു, എന്റെ വസ്ത്രം തൊട്ടത് ആരാണ്? യേശുവിനറിയില്ലേ വസ്ത്രം തൊട്ടത് ആരാണ്? നിശ്ചയമായിട്ട് യേശുവിനറിയാം. അപ്പൊ തൊട്ടതാരാന്ന് ചോദിച്ച ആ ചോദ്യം യേശുവിന് ചേരുന്നതല്ലെന്നാ ഞാനീ പറഞ്ഞു. അങ്ങനെയുള്ള വാക്യങ്ങൾ പുതിയ നിയമത്തിൽ കുറച്ച് കിടപ്പുണ്ട്. അത് വേദപുസ്തകത്തോട് അടുപ്പമുള്ള ദൈവമക്കൾ അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതിനകത്ത് ആഴം കൂടുതലാണ്. ഇപ്പൊ തന്നെ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് എൻ്റെ മനസ്സിലുടക്കിയ ഒരു വാക്യമുണ്ട്. ഞാൻ പണ്ടൊരുപാട് ആ വാക്യങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും അത്ര കാര്യമായി ശ്രദ്ധിച്ചില്ല. 38 വർഷമായി കുളക്കരയിൽ കിടന്നവനോട് യേശു ചോദിച്ച ചോദ്യം, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുള്ളത് കൊണ്ടല്ലേ അവൻ അവിടെ കിടക്കുന്നത്? അവൻ തന്നെ പറയുന്നുണ്ട്, എന്നെ കുളത്തിലിറക്കാൻ എനിക്ക് ആരുമില്ല, ഞാൻ തനിയെ ചെല്ലുമ്പോ മറ്റൊരുത്തൻ എനിക്ക് മുമ്പേ. അപ്പം വയ്യാത്ത ഈ മനുഷ്യൻ തനിയെ ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ശരിക്കും ആ അധ്യായം പഠിച്ചാൽ അവനെ പോലെ മനസ്സുള്ള ഒരാൾ ആ കുളക്കരയിലില്ല. അവനോടാണ് യേശു ചോദിച്ചത്, സൗഖ്യമാകാൻ നിനക്ക്? മനസ്സുള്ളവനോട് മനസ്സുണ്ടോ എന്ന് ചോദിക്കുക. തൊട്ടതാരാണെന്ന് അറിയാമായിരിക്കെ തൊട്ടതാരാന്ന് ചോദിക്കുക. ഇതുപോലെയുള്ള പുതിയ നിയമത്തിലെ വാക്യഭാഗങ്ങൾ വളരെ ആഴമുള്ളതാണ്, അർത്ഥവ്യാപ്തിയുള്ളതാണ്, വലിയ മർമ്മങ്ങളുള്ളതാണ്, വലിയ വെളിപ്പാടുകളുള്ളതാണ്. അപ്പോ ഫിലിപ്പി ലേഖനം ഈ 2:1 നിങ്ങൾ ഈ ന്യൂ ഇന്റർനാഷണൽ വേർഷനില് NIV-യില് നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിച്ചാൽ, ഞാനത് NIV-യിലുള്ള വാക്യം ബൈബിൾ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. NIV ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ നോക്കാം. ഞാനത് എഴുതി വെച്ചിട്ടുള്ളത്, therefore if there is any
എൻകറേജ്മെന്റ് ഇൻ ക്രൈസ്റ്റ്. എൻകറേജ്മെന്റ് ഇൻ ക്രൈസ്റ്റ്. ശരിക്കും ന്യൂ ഇന്റർനാഷണൽ വേർഷനില് പ്രബോധനം ഉണ്ടല്ലോ എന്നുമല്ല, ക്രിസ്തുവിൽ പ്രോത്സാഹനം ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. സത്യത്തിൽ ആ വാചകത്തിൽ നമ്മുടെ കർത്താവ് ആരാണ്? പ്രോത്സാഹിപ്പിക്കുന്ന ക്രിസ്തു. ഞാൻ ഇന്ന് രാത്രി ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഒരുപാട് വെറുതെ വായിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൽ പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, ശരിക്കും അതിന്റെ യഥാർത്ഥ വിവർത്തനം ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് തന്നെയാണ്. ഉണ്ടെങ്കിൽ എന്നല്ല. ക്രിസ്തുവിൽ ഇപ്പം പ്രബോധനം എന്നുള്ള പദം ഉപയോഗിച്ച് ആ വാക്യം വായിച്ചാലും ക്രിസ്തുവിൽ പ്രബോധനം ഉണ്ടല്ലോ, സ്നേഹത്തിന്റെ ആശ്വാസം ഉണ്ടല്ലോ, ആത്മാവിന്റെ കൂട്ടായ്മ ഉണ്ടല്ലോ, ആർദ്രതയും മനസ്സലിവും ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ എന്നുള്ള പ്രയോഗം നമ്മുടെ കർത്താവിന് ചേർന്നതല്ല. അവൻ ആർദ്രത ഉള്ളവനാണ്, അവൻ മനസ്സലിവുള്ളവനാണ്, അവൻ സ്നേഹമുള്ളവനാണ്. ഓ, ആർദ്രതയും മനസ്സലിവും സ്നേഹവും ഉള്ളവനാണ് കർത്താവ് എന്നുള്ളത് കൊണ്ടല്ലേ ഈ സന്ധ്യയിൽ ഇത്ര സന്തോഷത്തോടെ ഈ ഓഡിറ്റോറിയത്തിൽ സമ്മേളിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചത്. ഞാൻ അനുഭവിച്ച ആർദ്രത, ഞാൻ അനുഭവിച്ച മനസ്സലിവ്, ഞാൻ അനുഭവിച്ച അവന്റെ സ്നേഹം വാക്കുകളാൽ വർണ്ണിപ്പാൻ കഴിയാത്തത് എന്നുള്ളത് ഓർക്കുമ്പോ ഹൃദയത്തിൽ നന്ദിയുടെ നിറവുള്ള ദൈവമക്കൾ ഈ രാത്രി ഒരു നിമിഷം ഈ കർത്താവിന് മഹത്വം കൊടുക്കുമോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു വാചകം ചേർത്ത് പറയട്ടെ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതിന്. പ്രോത്സാഹിപ്പിക്കാൻ മനസ്സുള്ള ഒരു കർത്താവാ എന്നെ വിളിച്ചിറക്കിയത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പുൾപിറ്റിൽ നിൽക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഇരിക്കുന്നത് എൻ്റെ കർത്താവ് പ്രോത്സാഹിപ്പിക്കുന്നവനായതുകൊണ്ട്, സ്നേഹമുള്ളവനായതുകൊണ്ട്, ആർദ്രതയുള്ളവനായതുകൊണ്ട്, മനസ്സലിവുള്ളവനായതുകൊണ്ട്, കൂട്ടായ്മ ഉള്ളവനായതുകൊണ്ട് മാത്രമാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ദൈവമക്കൾ ഒരു നിമിഷം അത്തരങ്ങളൊന്ന് ചലിപ്പിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുമോ? ഓ ഹല്ലേലൂയ. ഈ സ്നേഹവാനെ ഒന്ന് സ്തുതിക്കുമോ? ഈ മനസ്സലിവുള്ളവനെ ഒന്ന് സ്തുതിക്കുമോ? ഈ ആർദ്രതയുള്ളവനെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോ ആ നിലയിൽ വേണം ആ വാക്യങ്ങൾ നമ്മളെ പഠിക്കാൻ. അപ്പോ ക്രിസ്തുവിൽ, ഞാൻ അതിന്റെ ആ മുഖവരെ ഒന്ന് പറഞ്ഞ ശേഷം ഈ ഭാഗം വിശദീകരിക്കുന്ന മേഖലയിലേക്ക് വരാം. ക്രിസ്തുവിൽ എന്തൊക്കെ ഉണ്ട്, ക്രിസ്തുവിൽ എന്തുണ്ട് എന്നുള്ളതാണ് അതിലെ ആദ്യ ഭാഗം. എന്താണ് ക്രിസ്തുവിലുള്ളത്? ക്രിസ്തുവിൽ പ്രോത്സാഹനം ഉണ്ട്, ക്രിസ്തുവിൽ സ്നേഹത്തിന്റെ ആശ്വാസം ഉണ്ട്, ക്രിസ്തുവിൽ കൂട്ടായ്മ, ആത്മാവിന്റെ കൂട്ടായ്മ ഉണ്ടല്ലോ, ക്രിസ്തുവിൽ ആർദ്രതയും മനസ്സലിവും ഉണ്ടല്ലോ. ഇത്രയും കാര്യങ്ങൾ ക്രിസ്തുവിൽ ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മിൽ എന്തുണ്ടായിരിക്കണം? നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹമുള്ളവരായി, ഐകമത്യമുള്ളവരായി, ഏകഭാവമുള്ളവരായി, താഴ്മയുള്ളവരായി, മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുന്നവരായി, മറ്റുള്ളവന്റെ ഗുണം നോക്കുന്നവരായിരിക്കണം. നിങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. പൗലോസിന്റെ വാസ്തവത്തിൽ പൗലോസ് ഒരു പണ്ഡിത വരണ്യനായിരുന്നത് കൊണ്ട് സ്റ്റോയിക്ക് തത്വശാസ്ത്രത്തിലും ന്യായപ്രമാണത്തിലും ഒക്കെ അവഗാഹമായ ജ്ഞാനം സിദ്ധിച്ചവനായതുകൊണ്ട് തൻ്റെ ലേഖനങ്ങൾക്ക് ആ ഒരു കനമുണ്ട്.
അവതരണമൊക്കെ ശ്രദ്ധിച്ചാൽ, അത് പൗലോസ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ ശരീര സന്നിധി ബലഹീനമെങ്കിലും എൻ്റെ ലേഖനങ്ങൾ ഊറ്റവും ഘനവുമുള്ളവ. അപ്പൊ നിങ്ങളിൽ എന്തുണ്ടായിരിക്കണം? രണ്ട് കാര്യം ഉണ്ടായിരിക്കരുതെന്ന് ഫിലിപ്പിയിലുള്ള ലേഖനത്തിൽ പൗലോസ് പറയും. എന്തൊക്കെയാണ് ഉണ്ടായിരിക്കരുതെന്ന് പറഞ്ഞത്? ശാഠ്യവും ദുരഭിമാനവും നിങ്ങളിൽ ഉണ്ടായിരിക്കരുത്. ഇങ്ങനെയാണ് ഈ 5 വാക്യങ്ങളെ നമുക്ക് 3ആയി തിരിക്കാൻ കഴിയുന്നത്. 1, ക്രിസ്തുവിൽ എന്തുണ്ട്. 2, നിങ്ങളിൽ എന്തുണ്ടായിരിക്കണം. 3, നിങ്ങളിൽ എന്ത് ഉണ്ടായിരിക്കരുത്. ഇതിൻ്റെ 1-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രി നമ്മളൊരല്പം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിൽ പ്രോത്സാഹനം ഉണ്ടല്ലോ. നമുക്ക് ഈ പദം വളരെ പരിചയമാണ്. പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ ചർച്ചിൽ തന്നെ നമ്മുടെയൊക്കെ കർത്താവിൻ്റെ ദാസന്മാര് നമ്മൾ പലരെയും പ്രോത്സാഹിപ്പിക്കാറുണ്ട്, അല്ലേ? വലിയ ഭംഗിയോടെ പാടിയില്ലെങ്കിലും ഒരു സിംഗിൾ സോങ് പാടിക്കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മനസ്സുള്ള ഒരു വിശ്വാസി, ഒരു ദൈവദാസൻ ആ സഭയിലുണ്ടെങ്കിൽ മീറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ ആ പാട്ട് പാടിയ ആളിനെ കണ്ടിട്ട് പറയും, നന്നായിരുന്നു കേട്ടോ, പാട്ടിടയ്ക്കൊക്കെ തെറ്റിയെന്നുള്ളത് സത്യമാണ്, കേട്ടവർക്കൊക്കെ മനസ്സിലായി പാട്ടിന് അഭംഗി ഉണ്ടായിരുന്നു, പിച്ചില്ലായിരുന്നു, പിച്ചും പേയുമായിരുന്നു. എന്നാലും നമ്മൾ എന്തോ പറഞ്ഞു ആ വ്യക്തിയോട്, നന്നായിരുന്നു കേട്ടോ. അതിൻ്റെ ആ 2-ാമത്തെ ലൈൻ എടുത്തു പാടിയില്ലേ, അതിനൊരു ഭാവം ഉണ്ടായിരുന്നു, വളരെ മനോഹരമായിരുന്നു. അടുത്ത തവണ കുറെ കൂടെ നന്നായി പാടാൻ ആ വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കും, അല്ലേ? ഉത്സാഹിപ്പിക്കും. പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇന്ന് വൈകുന്നേരം ഇവിടെ റൂമിൽ വന്ന ശേഷവും ഒരല്പനേരം ഈ ദൈവവചനം ധ്യാനിച്ചപ്പോൾ ഞാൻ എൻ്റെ കർത്താവിന് മഹത്വം കൊടുത്തു. എന്നെ വിളിച്ചിറക്കിയ കർത്താവ് പ്രോത്സാഹിപ്പിക്കുന്നവനല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടം വരെ വരില്ല. ഒരിക്കലും ഞാൻ ഇവിടം വരെ വരില്ല. പ്രൈസ് ദി ലോർഡ്. കണ്ണൂർ ജില്ലയിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ മകനായി ജനിച്ചു വളർന്ന ഞാൻ PDCക്ക് പഠിക്കുമ്പോഴും ഒരല്പം രാഷ്ട്രീയവുമൊക്കെ ആയിട്ട് നടന്നതുകൊണ്ട് പഠനം പൂർത്തീകരിച്ചില്ല. കണ്ണൂരിൻ്റെ അക്രമ രാഷ്ട്രീയ മേഖലയിൽ മെല്ലെ ചുവട് വെച്ച് തുടങ്ങിയ എന്നെ എൻ്റെ കർത്താവ് ഉന്നത വിളി കൊണ്ട് വിളിച്ചു. ഓ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ബാക്കിയെല്ലാം വിടട്ടെ. അവൻ, ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ പ്രോത്സാഹിപ്പിക്കുന്നവനായതുകൊണ്ട് മാത്രമാ ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുന്നത്. ഇതിനകത്തിരിക്കുന്ന എല്ലാവരും അതോർത്ത് കർത്താവിനെ സ്തുതിക്കാൻ കടപ്പെട്ടവരാണ്. നമ്മുടെ കർത്താവ് പ്രോത്സാഹിപ്പിക്കുന്നവനാണ്. അപ്പോൾ NIV ന്യൂ ഇന്റർനാഷണൽ വേർഷൻ ബൈബിൾ, ഇംഗ്ലീഷ് ബൈബിൾ വീട്ടിലുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിൻ്റെ 2-ാം ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം വീട്ടിൽ ചെന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ക്രിസ്തുവിൽ, എൻകറേജ്മെന്റ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ പ്രബോധനം ഉണ്ടല്ലോ എന്നല്ല, ക്രിസ്തുവിൽ പ്രോത്സാഹനമുണ്ടല്ലോ. ഞാനൊരു ദൂത് പറഞ്ഞ് ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് രാത്രി കുശവന്റെ കയ്യിലിരിക്കെ, പുറത്തിരിക്കല്ല, കുശവന്റെ കയ്യിൽ ഇരിക്കെ ചീത്തയായി പോയ പാത്രത്തെ കുശവന് ബോധിച്ചതുപോലെ, എന്ന് പറഞ്ഞാൽ ചീത്തയായി പോയ പാത്രത്തെ കളഞ്ഞില്ല, മാറ്റിവെച്ചിട്ട് വേറെ കുറച്ച് മണ്ണ് കുഴച്ച് വേറൊരു പാത്രമുണ്ടാക്കാൻ കുശവൻ ശ്രമിച്ചില്ല. ഏത് പാത്രമാണോ
കുശവന്റെ കയ്യിലിരിക്കുമ്പോ ചീത്തയായി പോയത്. നിങ്ങൾ ആ ഭാഗമൊക്കെ ധ്യാനിച്ചാൽ അതിനകത്തെ ദൂത് എന്താണെന്ന് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവും. മാർക്കറ്റിൽ പോയപ്പോഴോ ജോലി സ്ഥലത്തിരുന്നപ്പോഴോ യാത്ര ചെയ്തപ്പോഴോ അല്ല ചീത്തയായി പോയത്, കുശവന്റെ കയ്യിൽ ഇരിക്കുമ്പോ തന്നെ. എന്നാൽ അതിനെ കളയാതെ കുശവന് ബോധിച്ച ഒരു നല്ല പാത്രമാക്കി തീർത്തു എന്ന് യിരെമ്യാ പ്രവചനത്തിൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞതുപോലെ ഇന്ന് രാത്രി കർത്താവ് ചിലരെ പണിയാൻ പോകുന്നു. കർത്താവ് ചിലരെ പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നു. നിന്നെ അവന് ബോധിച്ച ഒരു മാനപാത്രമാക്കി രൂപപ്പെടുത്താൻ പോകുന്നു. അത് വിശ്വസിക്കാൻ കഴിയുന്ന ഹൃദയങ്ങൾ ഇതിനകത്തുണ്ടോ? പ്രോത്സാഹിപ്പിക്കുന്ന കർത്താവ് മെനയുന്ന ഭുജവുമായി ഇന്ന് രാത്രി ഓഡിറ്റോറിയത്തിൽ ഇറങ്ങി നിൽക്കുന്നു. അവന്റെ മഹത്വം കാണാൻ അകക്കണ്ണുകൾ തുറക്കപ്പെട്ടവർ ഇതിനകത്തുണ്ടെങ്കിൽ ഒരു നിമിഷം കർത്താവിന് മഹത്വം കൊടുക്ക. പ്രോത്സാഹിപ്പിക്കുന്ന ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഈ ആശയം, പ്രോത്സാഹിപ്പിക്കുന്ന ക്രിസ്തു എന്ന ആശയം സമർത്ഥിക്കേണ്ടതിന്, തെളിയിക്കേണ്ടതിന് നമുക്ക് പുതിയ നിയമത്തിൽ നന്നായി ദൈവവചനം അറിയാവുന്നവരാണ് നിങ്ങൾ, അതുകൊണ്ട് ഞാൻ വിശദീകരണം കൂടെ പറഞ്ഞു. പുതിയ നിയമത്തിൽ ഏറ്റവും പറ്റിയ കഥാപാത്രം എന്ന് പറയുന്നത് പത്രോസാണ്. ദൈവവചനം പഠിച്ചാൽ ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിച്ചിട്ടുള്ളത് പത്രോസിനാണ് അല്ലേ? ഏറ്റവും കൂടുതൽ പരിഗണന പത്രോസാണ്. ടീമിന്റെ കൺവീനർ എന്ന് പറഞ്ഞാൽ പന്തിരുവരിൽ പ്രധാനിയായ പത്രോസ് എന്നാണ്. ഇത് പത്രോസ് ആരെയും കണ്ട് സമ്പാദിച്ചതല്ല. ഇന്നൊരാൾ പ്രധാനിയാകണമെങ്കിൽ ഒരു അണ്ടർഗ്രൗണ്ട് വർക്ക് നേരത്തെ നടത്തണം. എന്നാ പോലും ചിലർക്ക് ആകാൻ പറ്റുന്നില്ല. പൈസയുടെ ചെലവ്, യാത്രാ ചെലവ്, കഷ്ടപ്പാട്, കൃത്യമായി ആ സ്ഥാനത്തേക്ക് പലരും വരുന്നില്ല. പക്ഷെ കർത്താവിന് മനസ്സലിവ് തോന്നി കൊടുത്ത പൊസിഷനാ ഈ പ്രധാനി എന്നുള്ള സ്ഥാനം. അത് തന്നെ ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ള ഒരു ദൂത. ദൈവമാക്കാതെ നമ്മളൊന്നും ആകാൻ ശ്രമിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവമാക്കി വെക്കുന്നതും നമ്മൾ സ്വയമാകുന്നതും രണ്ടാണ്. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവൻ സ്വയം ഒന്നുമാകാൻ അധ്വാനിക്കില്ല. ദൈവത്തിന്റെ കൈവപ്പിനായി അവൻ കാത്തിരിക്കും. അപ്പൊ പന്തിരുവരിൽ പ്രധാനി എന്ന പദവി. ഇനി ശിഷ്യന്മാരിൽ ആർക്കും ലഭിക്കാത്ത കരുണ പത്രോസിന് ലഭിച്ചത് നമുക്കറിയാം. 11 പേരും പടകിലിരിക്കുമ്പോ പത്രോസിനൊരാഗ്രഹം, വെള്ളത്തിൽ കൂടെ നടക്കണം. പത്രോസ് വെള്ളത്തിൽ കൂടെ നടന്നു. പത്രോസ് കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാലെന്ന് എഴുതിയേക്കുന്നു. അപ്പോൾ എൻ്റെ കർത്താവ് കൈ നീട്ടി പിടിച്ച് ഉയർത്തി. അത് പിൽക്കാലത്തോർത്ത താൻ ലേഖനം എഴുതി വരുമ്പം പറഞ്ഞത്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്നതാകയാൽ എന്ന് പറഞ്ഞാൽ, നീ വെള്ളം കുടിക്കുന്നതിന് മുമ്പേ അവൻ നിന്നെ ഉയർത്തും.
അതാ പത്രോസ് പറഞ്ഞ തക്ക സമയം എന്നുള്ളതാണ് എൻ്റെ കണ്ടെത്തൽ. ഉയർത്തുന്നതാകയാൽ അവൻ്റെ ബലമുള്ള കൈക്കീഴ് തണിർപ്പി. ഇനി സഹപ്രവർത്തകരുടെ മനോഭാവം നിങ്ങൾക്കറിയാവുന്നതാണ്. ഈ പത്രോസ് കാറ്റ് കണ്ടു പേടിച്ചാണ് വെള്ളത്തിൽ താഴുന്നതെന്ന് തൊട്ടു പുറകിൽ പടകിലിരിക്കുന്നവർക്കറിയാം. പക്ഷെ അവരാരും കൈനീട്ടിയെന്ന് എഴുതിയിട്ടില്ല. കൈനീട്ടിയെന്നും എഴുതിയിട്ടില്ല. അവരാരും ഒച്ച വെച്ചതായിട്ട്, ശബ്ദം ഉണ്ടാക്കിയതായിട്ട് എഴുതിയിട്ടില്ല. അവിടെ വാ തുറന്നത് പത്രോസ് മാത്രമാണ്. കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. അങ്ങനെയാണെങ്കിൽ സഹപ്രവർത്തകരെന്താ കൈ നീട്ടാഞ്ഞത്? സഹപ്രവർത്തകരെന്താ വാ തുറക്കാഞ്ഞത്? ഞങ്ങൾ 10-11 പേര് ഈ പടകിൽ ശാന്തമായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കാർക്കുമില്ലാത്ത ഒരു പ്രൊജക്റ്റ് അവൻ കൊണ്ടുവന്നത് ശരിയാണോ? ആരും ആമേൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഇതൊക്കെ ആത്മീയ ഗോളത്തിൽ എങ്ങനെ കയറിപ്പറ്റി? എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എൻ്റെ കൂട്ടു സഹോദരൻ എൻ്റെ മുന്നേ നിന്ന് ചെയ്യുമ്പോ ഞാനൊരാമേനെങ്കിലും പറയണ്ടേ? സ്തോത്രം. ഇപ്പോ ദാവീദിന്റെ സഞ്ചിയിൽ 5 കല്ലും മിനുസമുള്ള കല്ല, 5 കല്ലും എറിയാൻ പറ്റിയ കല്ല. ആ കല്ലുകളിൽ ഒന്നിനും ന്യൂനതയില്ലെന്ന് ഓർക്കണം. 5 കല്ലും. പക്ഷെ 5 കല്ലും കൂടെ കവണയെ വെക്കാൻ പറ്റത്തില്ല ഒരുമിച്ച്. ഒരു പ്രാവശ്യം ഒരു കല്ല് കവണയിൽ വെക്കാൻ പറ്റൂ. അപ്പൊ 5 കല്ലുകളിൽ ഒന്നെടുത്ത് ദാവീദ് കവണയിൽ വെച്ച് ഗോലിയാത്തിനെതിരെ ഉന്നം നോക്കി എറിയുമ്പോ പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ ബാക്കിയുള്ള ജീവനുള്ള കല്ലുകൾ, കർത്താവേ, ഞങ്ങളുടെ കൂട്ടു സഹോദരൻ പോയിട്ടുണ്ട്, ഒരു ഗോലിയാത്തിനെ തിരക്കി, ഉന്നം മാറാതെ ചെന്നു കൊള്ളാനുള്ള കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുവോ? എനിക്ക് ചെയ്യാത്തത് മറ്റൊരാൾ ചെയ്യുമ്പോ, നമുക്കില്ലാത്തത് മറ്റൊരാൾക്കുണ്ടെന്ന് വരുമ്പോ അതിനെ വിശാലതയോടെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും അതിനൊരാമേൻ പറയാനുമുള്ള മനസ്സ് ഇന്ന് കുറഞ്ഞു കുറഞ്ഞു വരുവാ കേട്ടോ. അത് നമ്മൾ പടകിൽ കാണുന്നു. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, കൂടെ ഇറങ്ങിയവരും കൂടെ ഇരുന്നവരും നീ താഴുമ്പോ മൗനമായി പ്രതികരിച്ചാലും നിന്നെ ഇറങ്ങാൻ വിളിച്ചവൻ, ഇറങ്ങിപ്പോരാൻ നിന്നെ വിളിച്ചിറക്കിയവൻ, നീ താഴുമ്പോ മൗനമായി പ്രതികരിക്കുന്നവനല്ല. അവൻ കൈ നീട്ടി നിന്നെ പിടിക്കാൻ കരുത്തുള്ളവനും മനസ്സുള്ളവനുമാണ്. സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരിക്കൽ ഞാൻ പറഞ്ഞത് പത്രോസ് കർത്താവിലൂടെ അനുഭവിച്ച പരിഗണന ഞാൻ പറയുക. പുതിയ നിയമം പഠിച്ച ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിച്ചയാളാണ് പത്രോസ്. മറ്റൊരിക്കൽ കരമടയ്ക്കാൻ കാശില്ലാതെ വന്നപ്പോ ഈ പത്രോസിനു വേണ്ടി കർത്താവ് കരം കരുതിയില്ലേ? ആ ഭാഗം പഠിച്ചാലും സഹപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു നിസ്സഹകരണം ഈ പത്രോസിന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ കണ്ടെത്തൽ. അത് ഞാൻ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, കൊടുത്തില്ല. ഉത്തരം കൃത്യമാ. അവർക്ക് കാശുണ്ടായിരുന്നു. ബാക്കി 11 ശിഷ്യന്മാർക്ക് കരമടയ്ക്കാനുള്ള കാശ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അവർ കരമടച്ചു. കരമടയ്ക്കാതിരുന്നത് പത്രോസ് മാത്രമാണ്. അല്ലാതെ 12 പേർക്കും കരം കരുതാൻ എന്റെ കർത്താവ് കഴിവുള്ളവനാണ്.
അല്ലാതെ കർത്താവ് അവിടെ മുഖപക്ഷമൊന്നും കാണിച്ചു തന്ന ആരും കരുതരുത്. ചിന്തിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ്. 11 പേരും കരം അടച്ചു. എന്നാൽ ഈ സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് വിഷമം ഉണ്ടായി എന്നുള്ളത് ഞാനൊന്ന് തെളിയിക്കാം. നിങ്ങളാരും തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യരുത്. ഈ 11 സഹോദരന്മാർ റോമൻ ട്രഷറിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കരമടയ്ക്കുമ്പോൾ അവർക്കറിയത്തില്ല അവരുടെ കൺവീനർ വന്നിട്ടില്ലെന്ന്. എടാ, ഇതൊക്കെയായാലും നമ്മുടെ കൺവീനറെ കണ്ടില്ലല്ലോ കരമടയ്ക്കാൻ നമ്മളെല്ലാം കൂടെ നിന്നപ്പം. ആരെങ്കിലും തിരക്കിയോ പത്രോസിനെ? ആരെങ്കിലും പറയണ്ടേ? ആത്മാർത്ഥതയുള്ള സഹപ്രവർത്തകരാണ് എന്തോ പറയണം. ഇനി കാശില്ലാഞ്ഞിട്ട് വല്ലോ ആണോ? കരമടയ്ക്കേണ്ട ദിവസമാണല്ലോ ഇന്ന്, അദ്ദേഹം കരമടയ്ക്കാൻ വന്നില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അതുകൊണ്ടാണ് കരമടയ്ക്കേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ടും കരമടയ്ക്കാതിരുന്നത് കൊണ്ടാണ് ടാക്സ് കളക്ടേഴ്സ്, ചുങ്കം പിരിവുകാര് കരം പിരിക്കാൻ വന്നത്. അങ്ങനെയാണ് പത്രോസ് കരം പിരിവുകാരെ കാണുന്നത്. ആ പത്രോസ് അപ്പോഴാണ് ഓടിപ്പോയി യേശുവിനോട് പറഞ്ഞു, ഗുരു, കരം പിരിക്കുന്നവർ വന്നിരിക്കുന്നു, നീ ഈ മാസത്തെ കരം കൊടുത്തില്ല. കണ്ടോ? അപ്പോ ഡേറ്റ് കഴിഞ്ഞിട്ടും കരമടച്ചില്ലെന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. കരമടച്ചപ്പോ, സഹോദരന്മാര് കരമടച്ചപ്പോ പത്രോസിനെ അവിടെ കാണാതിരിക്കെ, സ്നേഹവും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ അന്വേഷിക്കത്തില്ലേ? എടാ, നമ്മൾ 11 പേരും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പുള്ളിയുടെ ഈ മാസത്തെ കരം കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒരഡ്ജസ്റ്റ്മെന്റും നടന്നില്ല. 11 പേര് കരമടച്ചേച്ച് അവരവരുടെ വഴിക്ക് പോയി. പക്ഷേ ഈ കരം പിരിവുകാർ വന്ന് യേശുവിൻ്റെ കരം ചോദിച്ചതും പത്രോസിനോടാ. ഏതാ? ആ മാസത്തെ കരം അടയ്ക്കാതെ നിൽക്കുന്ന പത്രോസിനോടാ ചോദിച്ചേ. യേശുവിൻ്റെ കരം. ആ ഭാഗം നമുക്കറിയാം. നമ്മൾ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്. കർത്താവ് പത്രോസിനോട് പറഞ്ഞത് എന്താ? നീ വേഗം പോയി ചൂണ്ടയിട്. നീ വേഗം പോയി ചൂണ്ട എടുത്തോണ്ട് വരാനല്ല പറഞ്ഞ, ചൂണ്ട ഇടാനാ പറഞ്ഞ. ഇത് കയ്യിലുണ്ട് സാധനം. ഈ സാധനം കയ്യിലുണ്ട്. അതൊരു ചെറിയ കൊളുത്തല്ലേ, ഒരു പേപ്പറിന്റെ തുണ്ടിനകത്ത് പൊതിഞ്ഞ് ഈ എളിയിൽ വെച്ചിട്ട് ഏത് പാട്ട് നൃത്തം ചെയ്ത് പാടിയാലും ചൂണ്ട അവിടെ ഇരുന്നോളും. ഇത് കർത്താവിന് കാണാമല്ലോ. വെള്ളത്തിൽ കിടക്കുന്ന മീൻ്റെ വായിലിരിക്കുന്ന ദ്രഹ്മ കാണാൻ യേശുവിന് കഴിയുമെങ്കിൽ ഈ കൺവീനറുടെ എളിയിലിരിക്കുന്ന കൊളുത്ത് കാണാനും നമ്മുടെ കർത്താവിന് കഴിയും. സ്തോത്രം. നമ്മൾ ഈ മീൻ്റെ വായിലെ ദ്രഹ്മ കണ്ടു എന്ന് മാത്രം പ്രസംഗിക്കരുത്. പത്രോസിന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ചൂണ്ട കണ്ടു എന്നും കൂടെ പ്രസംഗിക്കണം. അത് തൊടത്തില്ല നമ്മള്. സ്തോത്രം. വല്ല കൊളുത്തും ഉണ്ടെങ്കിൽ 31 മുമ്പേ അങ്ങ് കളഞ്ഞേക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പോട്ടെ. അപ്പോ ആ ഭാഗമൊക്കെ നമുക്കറിയാം. എനിക്ക് തോന്നുന്നു പത്രോസ് അനുഭവിച്ച അത്ര അത്ഭുതം ശിഷ്യന്മാരിൽ ആരും അനുഭവിച്ചിട്ടില്ല. ഉണ്ടോ? നോ. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതിനെ കാര്യമായിട്ടൊന്ന് ഓർത്തത്. പത്രോസിനെ കർത്താവ് കരുതി. പത്രോസിനോട് പറയാണ്, നീ പോയി ചൂണ്ടയിട, ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കാം. ആ പദമൊക്കെ ഒന്ന് ധ്യാനിച്ചു നോക്കി. ഗലീലക്കടലിൽ പത്രോസ് മാത്രമാണോ ചൂണ്ടയിടുന്നത്? എത്രയോ ആളുകൾ ഗലീലക്കടലിൽ ചൂണ്ടയിടുന്നു. പക്ഷേ പണം വായിലുള്ള മീൻ പത്രോസിന്റെ ചൂണ്ടയിൽ ആദ്യം കൊത്തണം. അതൊക്കെ എന്നെ അത്ഭുതമാണ്. അപ്പൊ ഈ പണം വായി കൊണ്ട് നടക്കുന്ന മീൻ വേറെ ആരുടെയും ചൂണ്ടയിൽ കൊത്തത്തില്ലെന്നുള്ളത് ഒരു അത്ഭുതമാണ്. പത്രോസിന്റെ ചൂണ്ട തന്നെ രണ്ടാമത് കൊത്താനും പറ്റത്തില്ല. ആദ്യം വേറൊരു മീൻ കൊത്തിയിട്ട് പിന്നെ ഈ പണമുള്ള മീൻ കൊത്താനും പറ്റും. ആദ്യം തന്നെ കൊത്തണം. ഞാൻ പറഞ്ഞത് എണ്ണി പറഞ്ഞാൽ എത്ര അത്ഭുതം കണ്ടവനാ പത്രോസ്. പിന്നെ മറ്റൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഈ മീന്റെ വായിൽ എവിടുന്ന ഈ പൈസ? ഇതിന്റെ ഉത്ഭവത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈ മീന്റെ വായിൽ എവിടുന്ന ഈ കാശ്? ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചിട്ടുണ്ട്, ഈ മീൻ്റെ വായിൽ എവിടുന്നാടോ ഈ പൈസ വന്നത്? നമുക്ക് അറിയാൻ വേണ്ടി, അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി. എൻ്റെ വൈഫ് പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞത്, മീൻ പിടിക്കാൻ വന്ന ആരാണ്ടരെ പോക്കറ്റിൽ നിന്ന് പോയതാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നമുക്കും ഇതല്ലാതൊരു ഉത്തരവുണ്ടോ?
ഈ പൈസ എങ്ങനെ മീന്റെ വായി വന്നു? മീന്റെ വായിൽ ചതുർദ്രഹ്മ പണം വരണമെങ്കിൽ ഈ പണം എവിടുന്ന് വന്നു? ആരെങ്കിലും കയ്യിൽ നിന്ന് പോയതാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്കത് പ്രസംഗിക്കാൻ പറ്റുമോ? വല്ലവരുടെയും കയ്യിൽ നിന്ന് കാണാതെ പോയ കാശെടുത്താണോ യേശുവും പത്രോസും കരമടയ്ക്കുന്നത്? അത് നമ്മുടെ കർത്താവിന്റെ മാന്യതയ്ക്ക് ചേരുന്നതാണ്. യേശു തന്നെ പറഞ്ഞത് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും. ഒരുത്തൻ്റെ എടുത്ത് വേറൊരുത്തനും കൊടുക്കരുത്. തന്നെയല്ല, കളഞ്ഞു പോയവൻ അന്ന് മുതലേ ഒരുപക്ഷെ പിരാഗി നടക്കുക ഈ പൈസ പോയവൻ. അപ്പൊ മറ്റൊരുത്തന്റെ കളഞ്ഞുപോയ പൈസയാണ് ഈ പൈസ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പ്രസംഗിക്കാൻ വകുപ്പുണ്ടോന്ന് നമ്മൾ ഈ നോക്കിയത്, ഈ ഭാഗം ധ്യാനിച്ച് ഇതിനകത്ത് വല്ല ദൂതുണ്ടോന്ന്? ഒരു ദൂതുമില്ല. സ്തോത്രം. പിന്നെ ആവേശം കൊണ്ടാണോ ഈ തലമുറയിൽ ആളുകളെ ഇളക്കണമെന്ന് ഉദ്ദേശിച്ചാണോ എന്നറിയത്തില്ല. ഞാൻ വേറൊരു കാര്യം ചിന്തിച്ചു. യേശു സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ പെട്ടെന്ന് അല്ലേലിയ പറയും, അല്ലേ? പക്ഷേ അത് പറയാൻ പറ്റത്തില്ല വേദിയിൽ. യേശു റോമൻ കൈസറുടെ പടമുള്ള കോയിൻ യേശു സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ അത് കള്ളപ്പണമല്ലേ? ഓത്രം. റോമ ഗവൺമെന്റിന്റെ മുമ്പിൽ കർത്താവ് പിടിക്കപ്പെടും. കാരണം അതേ റോമൻ കൈസറുടെ അതേ അച്ചുള്ള പൈസയാ കർത്താവ് സൃഷ്ടിക്കുന്നത്. ഇനി ഞാൻ ചോദിക്കുക, പിന്നെ എവിടുന്ന ഈ കാശ്? സ്തോത്രം. എവിടുന്നാണ് ഈ പൈസ? എനിക്കും അറിയത്തില്ല. ഇതെവിടുന്നാന്ന് അല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്ന നല്ലത്. ഇതെവിടുന്നാന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഒരു നാടൻ ഉപദേശി, ഒരു സാധാരണ ഉപദേശി എന്നുള്ള നിലയിൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നെ ഒരു ദൈവദാസൻ, ഒരു പ്രസിദ്ധനായ ദൈവദാസൻ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ PMG ചർച്ചിന്റെ കൺവെൻഷന് പോവാം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട്, ഞാൻ മുഖസ്തുതിയായിട്ട് പറയുമല്ലോ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ എന്തെങ്കിലും പദവികളുള്ളവരായി ഈ മണ്ഡലത്തിൽ, ഒരു പദവി ഇല്ലാതെ ഒരു ലോക്കൽ സഭയുടെ ചാർജോ മാത്രമുള്ള ഒരു ഉപദേശിയാണ് ഞാൻ. ഒരു പദവി ഇല്ലാത്ത എന്നെ ദൈവവചനം പ്രസംഗിക്കാൻ അവിടെ ഇവിടെയൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് എൻ്റെ കർത്താവിനോട് ഒരുപാട് നന്ദിയാണുള്ളത്. ഞാൻ ആ സ്നേഹം കൊണ്ട് പറഞ്ഞു പോയതാ പ്രിയപ്പെട്ടവരെ. പോട്ടെ, ഞാൻ ആ ഭാഗം വിടുന്നു. അപ്പോ സൃഷ്ടിച്ചതാണെന്ന് പറയാൻ പറ്റില്ല, കളഞ്ഞുപോയതാണെന്ന് പറയാൻ പറ്റില്ല. ഒരു സാധാരണ ഉപദേശി എന്നുള്ള നിലയിൽ ഞാൻ അതിനൊരു ഉത്തരം കണ്ടെത്തിയത് ഞാൻ പറയാം. കർത്താവിന്റെ വിളി കേട്ട് അവന്റെ പിന്നാലെ ഇറങ്ങിയത് പരമാർത്ഥതയോടെ ആണെങ്കിൽ നിനക്ക് വേണ്ടി അവൻ കരുതിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ആ ദൂതനാമേൻ പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഇതെവിടുന്നാണെന്ന് നിനക്ക് പോലും പറയാൻ പറ്റാത്ത ചിലത് ഈ 2013 തീരുന്നതിന് മുൻപ് വിളി കേട്ടിറങ്ങിയ ദൈവ പൈതലേ, നിനക്ക് വേണ്ടി അവർ കരുതും എന്ന് ദൂത് പറഞ്ഞാൽ ആമേൻ. അതിനകത്ത് അഭംഗിയില്ല, അതിനകത്തൊരു വെച്ചുകെട്ടലില്ല. എനിക്ക് വേണ്ടി കരുതാൻ എന്റെ കർത്താവിന്റെ കരം ചലിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നീ ഇന്ന് രാത്രി ധൈര്യപ്പെടണം. തലമുറയുടെ കാര്യം ചൊല്ലിയൊന്നും നീ ഞരങ്ങണ്ട. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത ചിലത് അവൻ കരുതി വച്ചിട്ടുണ്ടെന്ന് ഈ വചനത്തിലൂടെ ഇന്ന് രാത്രി ദൈവാത്മാവ് ഞാൻ ദൂത് വിളിച്ചു പറയുകയാണ്. Praise the Lord. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ മീന്റെ വായിൽ ഈ പൈസ വന്നിട്ട് എത്ര സമയമായി കാണും? ആർക്കും അറിയത്തില്ല. എത്ര ദിവസമായി കാണും, എത്ര മണിക്കൂറായെന്നോ എത്ര സമയമായെന്നൊന്നും ആർക്കും അറിയത്തില്ല. എന്തായാലും മീന്റെ വായിലാ പൈസ ഇരിക്കുന്നത്. ഞാൻ ചിന്തിച്ചത്, വേറെ എന്തോ തീറ്റി ആ വെള്ളത്തിൽ വീണാലും ഈ മീൻ ആ തീറ്റിയൊന്നും തിന്നാൻ വാ തുറക്കാൻ പറ്റത്തില്ല. സ്തോത്രം. വാ തുറന്ന് വലിയ തീറ്റി വല്ലതും വിഴുങ്ങാൻ ശ്രമിച്ചാൽ ഈ കാശ് വെള്ളത്തിൽ പോവും.
അപ്പോ മീൻ ഫാസ്റ്റിങ്ങിലാ. ആണോ? ആമേൻ. അവന്റെ വേലയുടെ ഭാഗമായി ചിലതിനെ കർത്താവ് ഇങ്ങനെ തന്നെയാ നയിക്കുന്നത്. ഹല്ലേലൂയ. നിന്നെ ദൈവം കരുതാൻ തീരുമാനിച്ചാലുണ്ടല്ലോ, നിന്നെ ദൈവം മാനിക്കാൻ തീരുമാനിച്ചാൽ അവന്റെ കരം ഏതൊക്കെ മേഖലകളിൽ ചലിക്കുന്നുണ്ടെന്നുള്ളത് ഇന്ന് രാത്രി വചനത്തിലൂടെ ഓർക്കണം. ആമേൻ. ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോ എന്റെ മനസ്സിൽ വന്ന ചിന്ത എന്നറിയോ? കർത്താവ് നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് വെള്ളത്തിൽ പോകാൻ അവൻ സമ്മതിക്കത്തില്ല. കാരണം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, നീ എനിക്കുള്ള ഓഹരിയെ പാലിക്കുന്നു. ആമേൻ. നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്നത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പോലും അത് നഷ്ടപ്പെടാതെ നിന്റെ കൈകളിൽ തന്നെ എത്തിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. അവൻ നമ്മുടെ ഓഹരിയെ പാലിക്കുന്ന കർത്താവാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിച്ചാൽ പത്രോസ് അനുഭവിച്ച കരുതൽ. ഇനി ഈ ദ്രഹ്മ മാത്രമാണോ കരുതിയത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ദ്രഹ്മ, മീന്റെ വായി നീ ദ്രഹ്മ എടുത്തേച്ച് തിരിച്ച് ഈ മീനിനെ വെള്ളത്തിലിട്ടെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ആ മീനും പത്രോസിന് വേണ്ടി കർത്താവ് കരുതിയതാ. പത്രോസ് ഈ മീൻപിടുത്തം നിർത്തി യേശുവിന്റെ പിന്നാലെ ഇറങ്ങിയ ശേഷം, എൻ്റെ മനസ്സിലുള്ള ചിന്തയാണ്, ഇറങ്ങിയ ശേഷം പത്രോസിന്റെ അമ്മായിയമ്മയെ കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ആ അമ്മായിയമ്മയ്ക്ക് പനി പിടിച്ചു കിടന്നപ്പോൾ യേശു പോയി സൗഖ്യമാക്കിയ ഭാഗമൊക്കെ. ആ തള്ളയുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഇവൻ ഈ മീൻപിടുത്തം നിർത്തി പോയ പിന്നെ ഒരു നല്ല മീൻ പോലും പുള്ളി അങ്ങ് പോയല്ലോ. യേശു വിളിച്ചപ്പം പടകും വലയും വിട്ടേച്ച് പോയി. അതിൽ പിന്നൊരു നല്ല മീൻ പോലും ഈ തള്ള കഴിച്ചിട്ടില്ല. പക്ഷേ പതിവില്ലാതെ എടുത്താ പൊങ്ങാത്ത ഒരു മീനിനെയും കൊണ്ട് പത്രോസ് ആ വീട്ടിൽ ചെന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിന്തിക്കുക, ഒരു മനുഷ്യൻ മാറി നിന്ന് ഗൽഗതപ്പെട്ടാൽ പോലും ആ നൊമ്പരമറിയാൻ, ആ ഗൽഗതമറിയാൻ, ആ ആകുലത അറിയാൻ മനസ്സുള്ളവനാ നമ്മുടെ കർത്താവ്. സ്തോത്രം. ഞാൻ കരുതൽ വിധങ്ങൾ ഇതിൽ കൂടുതൽ വിശദീകരിക്കുന്നതിൽ ഒരുപാടുണ്ട് പറയാൻ, ഒരുപാട്. പത്രോസ് അനുഭവിച്ചതുപോലെ പരിഗണന, സ്നേഹം, കരുതൽ ശിഷ്യന്മാരിൽ ആരനുഭവിച്ചു? ഇനി വേണം നമ്മൾ ചിന്തിക്കുന്ന ആശയം ചേർത്ത് ദൈവമക്കൾ എന്നോടൊപ്പം വരാൻ. ഈ പത്രോസ് ഇതുപോലെ കർത്താവിൽ നിന്ന് കരുതൽ അനുഭവിച്ച പത്രോസ് മഹാപുരോഹിതന്റെ അരമനയുടെ മുറ്റത്ത് ചേവകർ തീ കത്തിച്ച് തണുപ്പ് മാറ്റാൻ തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോ അവരുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞു, എനിക്കറിയില്ലവനെ. കർത്താവിന്റെ കരുതലിനെ കുറിച്ച് ആഴമായി ചിന്തിച്ചിട്ട് പത്രോസിന്റെ ആ തള്ളിപ്പറച്ചിലിന്റെ ഭാഗം ധ്യാനിച്ചാൽ നമ്മുടെ പോലും മനസ്സ് മുറിയും. അവിടെ എഴുതിയിരിക്കുന്നത്, യേശുവിനെ അറിയില്ലെന്ന് അവൻ പ്രാകുവാനും ആണയിടാനും തുടങ്ങി. ആമേൻ. ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. യേശുവിനെ വെള്ളത്തിൽ പേടിച്ച് താണപ്പോ കൈനീട്ടി പിടിച്ചുയർത്തിയവനെ, കരമടയ്ക്കാൻ കാശില്ലാതിരുന്നപ്പോ കരം കരുതിയവനെ, വീട്ടിൽ പനി പിടിച്ച് അമ്മാവിയമ്മ കിടന്നപ്പോ ചെന്ന് സൗഖ്യമാക്കിയവനെ, പന്തിരുവരിൽ പ്രധാനി സ്ഥാനത്തേക്ക് പത്രോസിനെ കൊണ്ടുവന്നവനെ, പത്രോസ് പറയുകയാണ്, എനിക്കവനെ അറിയില്ല. പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ശ്രദ്ധിച്ചു കേൾക്കണം ദൈവമക്കൾ.
ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് പരസ്യ സ്ഥലത്ത് നിന്നോ ഇരുന്നോ ഒരു ശിഷ്യൻ ഇങ്ങനെ പ്രാകുകയും ആണയിടുകയും ചെയ്താൽ അവരോടുള്ള സഭയുടെ സമീപനം എന്തായിരിക്കും? അവരോടുള്ള ശുശ്രൂഷകന്റെ സമീപനം എന്തായിരിക്കും? ഇവിടെയാണ് എന്നെ തകർത്ത ചിന്ത ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ പ്രാഗി തള്ളിപ്പറഞ്ഞ പത്രോസ് ആ നേതാവിനെ വിട്ടു, ആ ലീഡറിനെ വിട്ടുകളഞ്ഞു. പഴയ പടകും പഴയ വലയും എടുത്ത് പഴയ പണിക്ക് പോയി. ശ്രദ്ധിക്കണം, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. തണുപ്പുള്ള പ്രഭാതത്തിൽ കരയിലൊരു ശബ്ദം, നമുക്കറിയാവുന്ന ഭാഗമാണ്. കരയ്ക്കൊരു ശബ്ദം, കുഞ്ഞുങ്ങളെ, ക്രിസ്തുവിൽ ആർദ്രതയുണ്ടല്ലോ എന്ന് പൗലോസ് പറഞ്ഞതിൻ്റെ ഒരു ഭാഗം നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഈ തള്ളിപ്പറഞ്ഞ് പിന്മാറിപ്പോയവനെ യേശു വിളിച്ചതെന്താ? കുഞ്ഞേന്നാ. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? പ്രോത്സാഹിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ മനസ്സിന്റെ വലുപ്പം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞേ, കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചു. ഇടയ്ക്കുള്ള ഭാഗം ഞാൻ വിടട്ടെ. അടുത്തത് എന്താ? അവർ കരക്കിറങ്ങിയപ്പോ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. എൻ്റെ കർത്താവിൻ്റെ മനസ്സിന്റെ വലുപ്പം കുറച്ച് കാര്യമായിട്ട് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. കരക്കിറങ്ങിയപ്പോ അപ്പവും മീനും കണ്ടെന്നല്ല എഴുതിയേക്കുന്നത്, തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. അപ്പൊ ആദ്യം കണ്ടത് തീക്കനല അല്ലേ? ഒന്ന് ചിന്തിക്കണം എന്നോടൊപ്പം. നമ്മുടെ സിസ്റ്റം അനുസരിച്ച് യേശുവിൻ്റെ സിസ്റ്റത്തിന് വ്യത്യാസമുണ്ട് ഇല്ലേ? കാരണം പാചകം ചെയ്തു കഴിഞ്ഞാൽ അടുപ്പിലെ ആണെങ്കിലും ഗ്യാസിലെ ആണെങ്കിലും നമ്മൾ തീ അണയ്ക്കും. അപ്പം ഉണ്ടാക്കി, മീനും വറുത്തു, പിന്നെ ആരാ തീ ഇട്ടേക്കുന്നേ? മീൻ ചൂടാകുമ്പോഴേ ഗ്യാസ് ഓഫ് ചെയ്യുന്നവരാ നമ്മൾ. ഗ്യാസിനൊക്കെ വില കൂടിയ പിന്നെ പാചകം കഴിഞ്ഞാൽ ആരും തീ അണയ്ക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഗലീല കടൽക്കരയിൽ യേശു ആ തീ അണച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ കരക്കിറങ്ങിയപ്പോ ആദ്യം കണ്ടു എന്ന് എഴുതിയിരിക്കുന്നത് എന്താ? തീക്കനല. തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. എന്തോ മനസ്സിലാകുന്നുണ്ട്? നിങ്ങളൊന്ന് ചിന്തിക്കുമോ? എന്തുകൊണ്ടാണ് ശിഷ്യന്മാരിൽ പത്രോസ് ഉൾപ്പെടെയുള്ളവർ ഈ തീക്കനൽ ആദ്യം കണ്ടു എന്ന് ദൈവാത്മാവ് രേഖപ്പെടുത്തിയതിന്റെ അർത്ഥം എന്താ? കർത്താവിനറിയാം, രാത്രി മുഴുവനും ഈ വെള്ളത്തിൽ അധ്വാനിച്ചിട്ട് ശരീരം മുഴുവൻ തണുത്തു മരവിച്ചിരിക്കുക. അപ്പവും മീനും കഴിക്കുന്നതിനു മുൻപേ അവർക്കാവശ്യം തണുപ്പ് കൂടുതൽ അനുഭവിച്ച് മരവിച്ചുപോയ ശരീരത്തിന് ഒരൽപ്പം ചൂടാ ആദ്യം ആവശ്യമെന്ന് കരയ്ക്ക് നിന്നോണ്ട് അറിഞ്ഞ എൻ്റെ കർത്താവ് അതുകൊണ്ടല്ലേ തീ കെടുത്താതിട്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ചിന്തിക്കുന്നുണ്ടോ എന്നോടൊപ്പം? നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ശരീരം പരിധിയിൽ കവിഞ്ഞൊന്ന് തണുത്താൽ അതിന് പ്രതിവിധി കാണാൻ മനസ്സുള്ളവനാ നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ശരീരമോ നിന്റെ മനസ്സോ പരിധിയിൽ കവിഞ്ഞൊന്ന് ചൂടായാലും
അതിന് പ്രതിവിധി കാണാൻ മനസ്സുള്ളവനാ നമ്മുടെ കർത്താവ്. ഇനി നിങ്ങൾ ചിന്തിക്കണം, ആർക്കു വേണ്ടിയാ യേശു ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയത്? സ്തോത്രം. തള്ളിപ്പറഞ്ഞവന് വേണ്ടി, പ്രാകുകയും ആണയിടുകയും ചെയ്തവന് വേണ്ടി എന്റെ കർത്താവ് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി കരയിൽ കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ പിന്മാറ്റക്കാരനു വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കാൻ എന്റെ കർത്താവ് സമയം വേർതിരിച്ചത് എന്തിന്? പ്രൈസ് ദി ലോർഡ്. അവൻ പ്രോത്സാഹിപ്പിക്കുന്ന ക്രിസ്തുവായതുകൊണ്ട്. ആമേൻ. ഇന്ന് രാത്രി ചിലരെ കർത്താവിന് പണിതെടുക്കാനുണ്ട്, ചിലരെ കർത്താവിന് രൂപപ്പെടുത്തിയെടുക്കാനുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യം പറയാം. അങ്ങനെ തള്ളിപ്പറഞ്ഞാണയിട്ട് പിന്മാറിപ്പോയ പത്രോസിനെ കളയാനല്ല എന്റെ കർത്താവ് ശ്രമിച്ചത്. ആ പത്രോസിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മിഷനറിയെ എന്റെ കർത്താവ് നേരത്തെ കണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറയാം, ഈ പത്രോസിന് ഇറങ്ങിയ സമയത്ത് എന്റെ കർത്താവ് കൊടുത്തൊരു വാഗ്ദത്തമുണ്ട്. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും. വാഗ്ദത്തം പത്രോസേ, നീ മറന്നാലും, ഏതാ നിനക്ക് ഞാൻ തന്ന വാഗ്ദത്തം നീ മറന്നാലും, വാഗ്ദത്തം തന്നവനെ നീ മറന്നാലും എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല, എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ല. പ്രോത്സാഹിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ മനസ്സിന്റെ വലുപ്പം ആത്മാവിൽ ഗ്രഹിച്ചവർ ഇതിനകത്തുണ്ടോ? എനിക്ക് നന്നായി അറിയാം. വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന ചിലര് ഇന്ന് രാത്രി ഈ തീക്കനലിന്റെ അടുത്തിരുന്ന്, കർത്താവ് ഒരുക്കിയ തീക്കനലിന്റെ അടുത്തിരുന്ന് ആത്മാവിലൊന്ന് ചൂടാകാൻ പോകുന്നു ഇന്ന് രാത്രി. യെസ് യെസ് യെസ്, ഒന്ന് ചൂടാകാൻ, ആത്മാവിലൊന്ന് ചൂടാകാൻ. തണുപ്പൊന്ന് മാറട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞൊരു ദൂത് ഞാൻ പറയാം. ദൈവസഭയ്ക്കകത്ത് പ്രോത്സാഹിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ശുശ്രൂഷ വെളിപ്പെടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കംപ്ലീറ്റ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ബ്രേക്കാ, നമ്മൾ ബ്ലോക്കാ. അതിന് അദ്ദേഹം ഒരു തെളിവ് എന്നോട് പറഞ്ഞു. എനിക്ക് അത്ഭുതം തോന്നി. 18 വർഷമായി കൂനിയായ സ്ത്രീ പള്ളി പോകുന്നുണ്ട്. അപ്പോ പ്രോഗ്രാമിന് പോകുന്നതിന് പിശാചിനെതിരില്ല, പ്രോഗ്രാം നടക്കുന്നതിനും പിശാചിനെതിരില്ല. കാരണം യേശു അവളെ കണ്ടതും പള്ളിക്കകത്ത് വെച്ചാണല്ലോ. പള്ളി പോകുന്നതിനോ ആരാധനാക്രമങ്ങളിൽ പങ്കെടുക്കുന്നതിനോ പിശാചിനെതിരില്ല. പക്ഷേ അവളുടെ മേലുള്ള കെട്ട് അഴിയുന്നതിന് പിശാചിനെതിരാ. ആരാധനകളിൽ വരുന്ന പലരും ബന്ധിക്കപ്പെട്ടവരായി തന്നെ മടങ്ങുന്ന ഒരു ബൗണ്ടറി ദൈവജനത്തിനകത്തുണ്ട് കേട്ടോ. ദൈവസഭയുടെ ശുശ്രൂഷയ്ക്കകത്തുണ്ട്. പിശാച് വെച്ചിരിക്കുന്ന ആ ബൗണ്ടറി ഇന്ന് രാത്രി ഒന്ന് പൊളിച്ചിട്ട് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവിന് പദ്ധതി ഉണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിനകത്ത്, ഒരു പരമ്പരാഗത സമ്പ്രദായത്തിനകത്ത്, ആണ്ടുതോറും നടക്കുന്ന ഒരു പ്രോഗ്രാമിനകത്ത് നിന്നെ ഒതുക്കി വെക്കാൻ ഇനി പിശാചിന് കഴിയത്തില്ല. എന്റെ കർത്താവ് പ്രോത്സാഹിപ്പിക്കുന്നവനാ. എന്ന് പറഞ്ഞാൽ ആരാധിക്കാതിരിക്കുന്നവരുടെ മനസ്സിനെ കർത്താവ് ചൂടാക്കും. കുഞ്ഞെ, നീ അധരങ്ങൾ തുറക്ക്. നീ എത്ര നാൾ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കും? നീ ഉയര്, നീ തലയൊന്ന് പൊക്ക. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. പ്രോത്സാഹിപ്പിക്കുന്ന കർത്താവ് ഇതിനകത്തൊന്ന് നടക്കട്ടെ പ്രിയരെ.
ഞാൻ ചോദിക്കട്ടെ, നിന്നെ ഈ ബൗണ്ടറിക്കകത്ത് നിർത്തിയതാരാ? സ്തോത്രം. ബൗണ്ടറി എന്നുള്ള പദം ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ കൂനിയായ സ്ത്രീയെ കുറിച്ച് അവതരിപ്പിച്ചിരിക്കുന്ന ഭാഗം ഇംഗ്ലീഷിൽ നോക്കിയാൽ ആംപ്ലിഫൈഡ് ബൈബിളിൽ ഒരു പദം കൊടുത്തിട്ടുണ്ട്. ബൗണ്ട് എന്ന് മാത്രമല്ല, കെപ്റ്റ് ബൗണ്ട് എന്ന് പറഞ്ഞാൽ കൈവശം വെച്ച് അതിർത്തി നിശ്ചയിച്ചിരിക്കുന്നു പിശാച്. ആർക്ക്? അബ്രഹാമിന്റെ മകൾക്ക്. ഹോ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ കുടുംബത്തിലെ ഒരു തലമുറയ്ക്ക് അവൻ ബൗണ്ടറി വെച്ചിരിക്കുന്നെന്ന് കഴിഞ്ഞ 2 ദിവസങ്ങൾ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച ഒരു വിഷയം ഇതാ കേട്ടോ. ഒരുപാട് കാലം കൂടി 2 ദിവസം ഉപവസിച്ചതിന്റെ കാര്യം എന്നറിയോ? ആ ദൈവദാസൻ എന്നോട് പറഞ്ഞ ദൂതിത, 20 കുടുംബത്തിൽ കൂടുതലുള്ള സഭയിൽ നീ ആയുസ്സിൽ ശുശ്രൂഷിക്കരുത്. ആരാധിക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടുതലൊന്നും അന്യഭാഷ പറയണ്ട. പിന്നെ കൈയടിക്കുകയാണെങ്കിൽ വളരെ സ്റ്റൈലായിട്ടൊരു 3-4 കൈയടി അടിച്ച് വിയർക്കാതെ. സത്യമാണോ? എന്റെ കാര്യം ഞാൻ പറയാ. കാരണം കഴിവുള്ളിടത്തോളം നമുക്ക് ഈ പണ്ടത്തെ പോലെ ഒത്തിരി ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കാൻ ഇപ്പൊ ഒരു മാനസിക ബുദ്ധിമുട്ടില്ലേ? നമ്മൾ കഴിവുള്ളിടത്തോളം ശരീരം അധികം, ചിലർ പറയുന്നത് ഇത് വീണ്ടെടുക്കപ്പെടാനുള്ള ശരീരമാ, അതങ്ങനെ കുലുക്കിപ്പറിച്ച് കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് വളരെ ശാന്തമായിട്ട് ഈ വെറ്റിലെ ചുണ്ണാമ്പ് തൂക്കുന്നത് പോലെ ഞാൻ ചോദിക്കട്ടെ, പണ്ടൊക്കെ ഇതായിരുന്നു നമ്മുടെ ആരാധന. ആമേൻ. ഒരാൾ അന്യഭാഷ നിർത്തിയാൽ അടുത്തയാൾ അന്യഭാഷ തുടങ്ങുക. അത് വെറും ഭാഷയല്ല, ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിക്കുന്നു. ഇന്ന് വന്ന് ആരാധനയുടെ ആ തരംഗം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. കുറെ പ്രസംഗങ്ങളല്ലാതെ ദൈവത്തിന്റെ ആത്മാവ് ഉദ്ദേശിക്കുന്ന ദൈവപ്രവൃത്തിയുടെ വെളിപ്പാടുകൾ നമ്മുടെ ഇടയിലില്ല. അബ്രഹാമിന്റെ മകളെ പള്ളിയിൽ പോകാൻ അവൻ അനുവദിക്കും, പിശാച് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അനുവദിക്കും, പക്ഷേ അവളെ നിവരാൻ അവൻ അനുവദിക്കത്തില്ല. ആ പള്ളിക്കകത്ത ആ ബൗണ്ടറി തകർക്കാൻ എന്റെ കർത്താവ് കാലുകുത്തിയത് യേശുവിന്റെ നാമത്തിൽ. ശബ്ദരസികനായ യെസ് ഹോറബശംതര ഹൽക്കരകനകടകസരാദുന. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഓർക്കുന്നു, എനിക്ക് 13 വയസ്സ് പ്രായമുള്ളപ്പോ ഞങ്ങൾ ആരാധിക്കുന്ന സഭാഹോളിന്റെ വാതിൽക്ക് കൂടെ ഒരു നാരായണൻകുട്ടി കടന്നുപോയി. ഒരു നാരായണൻകുട്ടി മാർക്കറ്റിൽ നിന്ന് സാധനം മേടിച്ചു പോയത് സഭായോഗത്തിന്. അപ്പൊ 10:45 സമയമായി. സഭാഹോള് കഴിഞ്ഞു, ആരാധന നടക്കും അകത്ത്. സഭാഹോള് കഴിഞ്ഞു പോയി. അദ്ദേഹത്തിന്റെ കയ്യിൽ പച്ചക്കറിയുടെ പാക്കറ്റ് ഉണ്ട്. സഭാഹോള് കഴിഞ്ഞു പോയ അദ്ദേഹം തിരിച്ചു നടന്നു വന്നു. കാരണം അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരു നാരായണൻകുട്ടി മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, തിരിച്ചു നടന്നു. സഭാഹോളിന്റെ വാതുക്ക വന്ന് റോഡിൽ നിന്നു. റോഡിൽ കുറച്ചു നേരം നോക്കി നിന്നപ്പോ അവിടെ നിൽക്കാൻ തോന്നുന്നില്ല. സഭാഹോളിന്റെ മുറ്റത്തേക്ക് കയറാൻ തോന്നുന്നു. ആരോ തന്നെ പുഷ് ചെയ്ത് വിടുകയാ അകത്തേക്ക്. ഹോളിന്റെ മുറ്റത്ത് കുറച്ചു നേരം നിന്നപ്പോ അദ്ദേഹത്തോട് ആരോ പറയുന്നു, നീ അകത്തേക്ക് കയറ്. ആമേൻ. അകത്തേക്ക് കാല് വെച്ചത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അയ്യോ എന്ന് പറഞ്ഞ് ദേശം മുഴുവൻ കേൾക്കത്തക്ക നിലയിൽ മുറവിളിയിട്ടോണ്ട നാരായണൻകുട്ടി അതിനകത്ത് കയറിയത്. കയറി ആ മനുഷ്യൻ നിന്നില്ല, അവിടെ വീണ് കിടന്നിട്ട് തൻ്റെ മുഴുവൻ ഓർമ്മയിലുള്ള മുഴുവൻ പാപങ്ങളും താൻ ഏറ്റു പറഞ്ഞു. ഇന്നും ആ സഭയുടെ മെമ്പറാ നാരായണൻകുട്ടി. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അമ്മയെ കണ്ടപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, അന്നത്തെ ആരാധനകൾക്ക് പിശാച് ബൗണ്ടറി വെച്ചിരുന്നില്ല. കാരണം ആരും അതിന് അനുവദിച്ചിരുന്നില്ല. വാ തുറന്നാൽ മഹത്വപ്പെടുത്തേണ്ട ദൈവമക്കളൊക്കെ മനസ്സ് തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കും. അന്ന് കീബോർഡില്ല, അന്ന് സിസ്റ്റം ഇല്ല, അന്ന് ഡിലേ ഇല്ല, അന്ന് പവർ ആംപ്ലിഫയർ ഇല്ല, അന്ന് JBL ബോക്സ് ഇല്ല.
തിരുവനന്തപുരം പട്ടണത്തെ നേടാൻ അധികാരം ലഭിച്ച ദൈവസഭയെ പിശാചു വെച്ച അതിർത്തി പൊളിച്ച് ഈ ജനറൽ കൺവെൻഷൻ കഴിയുമ്പോ പുറത്തു വരാൻ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാണ്. നമ്മുടെ പ്രവാചകന്മാരെവിടെ? വെളിപ്പാടുള്ളവരെവിടെ? രാജകസിയന്തരാജനായ രക്തത്തോ ജയം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ ചർച്ചില് ഞാൻ എന്നാ പറയും, ഇപ്പം സഭാ ചാർജ് കയറിയിട്ട് ഈ ഏപ്രിലാകുമ്പോൾ 30 വർഷമാവും. 30 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ചില്ലറ എക്സ്പീരിയൻസ് ആണോ? അപ്പം നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ധാരണയുണ്ട്, നമ്മൾ സീനിയർ ആണെന്ന്. ഏതാ? അപ്പം സീനിയറായ ഒരാള് ഇന്നത്തെ സിസ്റ്റം അനുസരിച്ച് ഒരുപാട് മിതത്വം പാലിച്ചോണം. എന്തോ വല്ല മനസ്സിലാകുന്നുണ്ടോ? അതാ മീകള് ദാവീദിനോട് പറഞ്ഞത്. എല്ലാരും ചാടുന്ന പോലാണോ നിങ്ങൾ ചാടുന്നത്? നീ ആരാ? അത് നീ ആരാന്ന് ഓർക്കണം. നീ ഒരു പൊസിഷനുള്ള ആളാ. ഞങ്ങളുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ നീ ഒരു കൺവീനറാ, ഒരു ഏരിയയുടെ കൺവീനറാന്ന്. ഒരു സെന്ററിന്റെ ചുമതലയൊക്കെ ഉണ്ട്. 10-35 സഭകൾ നിന്റെ കീഴിലുണ്ടെന്ന് ഓർത്തോണം. ഈ ഫിലിപ്പിലേനൻ 2-ാം അധ്യായം 1 മുതൽ 5 വരെ പഠിച്ച പിന്നെ ഞാൻ കുറച്ചുകൂടെ മാനസാന്തരപ്പെട്ടത്. എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ കീഴിൽ എത്ര പേരുണ്ടെന്നുള്ളതല്ല യഥാർത്ഥ താഴ്മ, നമ്മൾ എത്ര പേരുടെ കീഴിലാണെന്നുള്ളതാ. അതൊന്നും ആര് പ്രസംഗിക്കാനാ? അങ്ങനെയുള്ള പ്രസംഗം ആർക്ക് ഇഷ്ടമാ? ഞാൻ മറ്റുള്ള ഒരാളുടെ കീഴെ നിൽക്കാനാ? ഹല്ലേലൂയ. വെളിച്ചദൂതന്റെ വേഷം കെട്ടിയ ദുഷ്ട പിശാച് സഭയ്ക്കകത്ത് ഇന്ന് പിടിമുറുക്കിയത് ആത്മാവിൽ കണ്ട് ദൈവമക്കൾ അതിനെ ശാസിക്കാൻ ഒരു സഭായോഗത്തിന് എഴുന്നേറ്റ് നോക്ക്. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ സമയമായി. ആമേൻ. അപ്പൊ മീകള് പറഞ്ഞ കണ്ടോ, അതിർത്തി എന്ന് പറഞ്ഞ എന്താന്ന് മനസ്സിലായോ? പിശാചു വെക്കുന്ന അതിർത്തി. നീ എവിടെ എത്തേണ്ടതാ? അതാ എബ്രായ ലേഖനത്തിൽ പൗലോസൊക്കെ എഴുതി വാചകം കേട്ടിട്ടുണ്ടോ? കാലം നോക്കിയാൽ കണ്ടോ, പിശാച് ചെയ്യുന്ന ഏറ്റവും ഈ പിശാച് തന്റെ തന്ത്രങ്ങൾ മാറ്റി. അത് നിങ്ങൾ അറിഞ്ഞായിരുന്നു? സ്തോത്രം. ഇപ്പൊ നമ്മളും മാറ്റിയല്ലോ സ്റ്റൈല്. അപ്പൊ പിശാചിന് മാറ്റിക്കൂടെ? നമ്മൾ മാറ്റി. ഞാനീ പറഞ്ഞ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂർ ആരാധന കഴിഞ്ഞപ്പോൾ ഉടുപ്പൊക്കെ ഊരി പിഴിയണമായിരുന്നു. ഇന്ന് ഒരു തുള്ളി വേർപ്പ് പൊടിയത്തില്ല, ചില്ലറ സ്റ്റൈലാണ്. അപ്പൊ പിശാച് നോക്കിയപ്പം എന്റെ വാസൻ സ്റ്റൈല് മാറ്റി. എന്നാ പിന്നെ ഞാനും മാറ്റി. പുള്ളി പണ്ട് ഇത്രയും വിദ്യാഭ്യാസം ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഈ നടക്കല്ലിന്റെ കീഴിലും തെങ്ങിന്റെ ചോട്ടിലും ഒക്കെ വെള്ളമൊക്കെ കൊണ്ടുവച്ചത്. പുള്ളിക്ക് ഇപ്പൊ അത് വലിയ ക്ഷീണമാ. അങ്ങനെയുള്ള പ്രോഗ്രാം പുള്ളി നിർത്തി. അതാരും പിന്നെ നടക്കല്ലിളക്കാൻ പുള്ളിക്ക് സമയം. പുള്ളി ഇന്റർനാഷണൽ പ്രോഗ്രാമുമായിട്ട് തിരിഞ്ഞേക്കുന്ന സമയമാണ് ഇപ്പം. മാവിന്റെ ചോട്ടിൽ പോയിരിക്കാനും തെങ്ങിന്റെ കായ്ഫലത്തിനെതിരെ പോരാടാനും പുള്ളി തെങ്ങുകയറ്റമൊക്കെ എന്നേ നിർത്തി. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ലോക്കൽ ചെരുപ്പറിയപ്പോ അതാ ഞാൻ പറഞ്ഞു വന്നേ. കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് എനിക്കൊന്ന് കാറി കൂവുകയൊക്കെ ഒന്ന് ആരാധിക്കണം. കണ്ടമാനം സിസ്റ്റം ഉണ്ട് ചർച്ചിലും. അലൻ ഹീത്തിന്റെ മിക്സറും സിസ്റ്റം, നല്ല സിസ്റ്റമൊക്കെ ഉണ്ട്. പക്ഷേ മൈക്കൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ഞാനങ്ങ് കാറുക. എനിക്ക് എൻ്റെ ശബ്ദം മുഴുവനും എൻ്റെ കർത്താവിന് കൊടുക്കണമെന്നുള്ള ഒരാവേശം. സ്തോത്രം. അതിന് പലപ്പോഴും എന്നെ സമ്മതിക്കാതിരുന്നത് എൻ്റെ സീനിയോറിറ്റിയാ. എൻ്റെ കാര്യം പറഞ്ഞ ആരും പിണങ്ങൊന്നും ചെയ്യരുത്.
ഒരു ദിവസം പതിവില്ലാതെ ഞാൻ ആരാധിച്ച് ശിശുവഴി ഞങ്ങൾ വേർത്ത്, പതിവില്ലാതെ ഡ്രസ്സൊക്കെ വേർത്തപ്പം, അച്ഛൻ ഈയിടെയായിട്ട് ഒരുപാട് വയലന്റ് ആകുന്നുണ്ടെന്ന് എൻ്റെ ഭാര്യ പറയും. അപ്പൊ അവളേതാ സൈസ്? നിങ്ങളിത് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ അന്നേരം എന്റെ വൈഫിനോട് പറഞ്ഞു, കുഞ്ഞെ ഇത് തന്നെയാ അന്ന് മീകള് പറഞ്ഞത്. സത്യമല്ലേ മീകള് പറഞ്ഞത്? നീ ഇസ്രായേലിന്റെ രാജാവായിരിക്കെ, കണ്ടോ, പഞ്ഞിനൂലങ്കി ധരിച്ച് നിന്നെ തന്നെ അനാവൃതനാക്കിയതിന് എന്തിനറിഞ്ഞാൽ, ഒരു സാധാരണക്കാരൻ പെട്ടകത്തിന്റെ മുമ്പിൽ ചാടുന്നത് പോലെയല്ല, നീ ഒരു പദവിയുള്ളയാളാ. പക്ഷെ പെട്ടകം കണ്ടപ്പോ ദാവീദ് പദവി മറന്നു. ആമേൻ. അതാ വെളിപ്പാട്, അതാ വെളിപ്പാട്. ഉറബാശരാധനായ. വൗ! ഹല്ലേലൂയ! വൗ! പ്രൈസ്! ഹത്തുനസംബരാജഗസിയ. ഹല്ലേലൂയ! കൃപ കൃപ കൃപ, ദൈവകൃപ ദൈവകൃപ. ഓ പ്രൈസ് ദി ലോർഡ്. ദാവീദ് പെട്ടകം കണ്ടപ്പം ചാടി. എന്തിനാന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്കൊക്കെ അറിയാം. തടി കൊണ്ടുള്ള ഒരു വെറും പെട്ടകം, ഒരു പെട്ടി കണ്ടപ്പം ചുമ്മാതെ ചാടിയതല്ല. പതിറ്റാണ്ടുകൾക്ക് മുൻപ് കരകവിഞ്ഞൊഴുകിയ യോർദാന്റെ മുൻപിൽ പിതാക്കന്മാർ പകച്ചു നിന്ന ഒരു സമയമുണ്ട്. ഒരു നിമിഷം ഈ പെട്ടകം കണ്ടപ്പോ ദാവീദ് അത് ഓർത്തുപോയി. യോർദാനിൽ വഴി തുറന്നിയത് പുരോഹിതന്റെ പാദമല്ല. ആമേൻ. ദാവീദ് അപ്പൊ ചാടിയത് എന്തിനാ? ദാവീദ് പദവി മറന്നത് എപ്പോഴാ? വഴി തുറന്ന പെട്ടകം മുമ്പിൽ വന്ന് നിന്നപ്പോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വഴി തുറന്നവൻ, വഴിമുട്ടി നിന്ന നിന്നെ വലങ്കൈക്ക് പിടിച്ചുയർത്തിയവൻ ഇതിനകത്ത് തേജസ്സോടെ ഇറങ്ങി നിൽക്കുമ്പോ നിനക്ക് മൗനമായിരിക്കാൻ കഴിയില്ല, നിനക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലമുറകൾ പ്രവചിക്കണം. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കട്ടെ. നമ്മുടെ യുവാക്കന്മാർ പ്രവചന ശുശ്രൂഷകരായി ഔദ്യോഗിക ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഇല്ലേ, എനിക്ക് PMG കുറിച്ചുള്ള പണ്ടത്തെ ഓർമ്മകൾ അത് തന്നെയാ. പദവികളിലുള്ളപ്പോ തന്നെ, ഗസറ്റഡ് പോസ്റ്റിൽ ഇരിക്കുമ്പോഴും ആത്മാവിൽ വെളിപ്പാടുകൾ വിളിച്ചു പറയുന്ന ഇന്ന് രാത്രി ചില ബൗണ്ടറികൾ, ചില അതിരുകൾ പൊട്ടി മാറട്ടെ, അത് തകർന്നു മാറട്ടെ. അത് ശരഗജല സിഖന്ദനായ പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ എൻ്റെ 2 കൂട്ടുവിശ്വാസികളോട് ഞാൻ ക്ഷമ ചോദിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇത്ര സന്തോഷത്തോടെ, എനിക്കിനി ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് പ്രസംഗിച്ചാൽ മതിയെന്ന് ഞാൻ കർത്താവിനോട് തീരുമാനം എടുത്തിട്ടുണ്ട്. ബുദ്ധിമുട്ടാ. കാരണം എൻ്റെ മകൻ പുറത്തുനിന്ന് വന്നപ്പോഴും ഒക്കെ ഇയാൾക്ക് ഇപ്പോഴും കുറ്റബോധമാണ്. ഞാൻ ഫുഡിന് വിളിച്ചത്, ഫുഡ് കഴിക്കാൻ, നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ ഇടയിൽ. നമ്മൾ ആരെയാ ഈ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നത്? മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കണം. ഒന്നുകിൽ എൻ്റെ സെയിം സ്റ്റാറ്റസിലുള്ള ആണോ? യെസ്. വാടകയ്ക്ക് വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ പോലും വരുമാനമില്ലാത്ത, ആത്മീയത്തിൽ ഒന്നും ആകാത്ത, ഒരു നല്ല ആഹാരം കഴിക്കാൻ കയ്യിൽ കാശില്ലാത്ത ആരെയെങ്കിലും എയർ കണ്ടീഷൻ ഹോട്ടലിലെ റൂമിൽ ഫുഡ് കഴിക്കാൻ നമ്മൾ വിളിച്ചിട്ടുണ്ടോ? ഞാൻ വിളിച്ചിട്ടില്ല. എനിക്ക് അവരോട് കുറ്റബോധം തോന്നി ഞാൻ ക്ഷമ ചോദിച്ചു.
കാരണം എൻ്റെ മകൻ വന്നപ്പോൾ അവൻ പുറത്താ പഠിച്ചത്. പഠനം കഴിഞ്ഞ് വന്നപ്പോൾ അവന് വിജയിച്ചല്ലോ, സന്തോഷത്തിന്. ഞാൻ ചോദിക്കട്ടെ, ചർച്ച് മുഴുവൻ പ്രാർത്ഥിച്ചതല്ലേ അവന് വേണ്ടി? സഭ മുഴുവൻ പ്രാർത്ഥിച്ചതല്ലേ എൻ്റെ മോന് വേണ്ടി? ഞാൻ പിന്നെ 2 or 3 കുടുംബത്തെ മാത്രം വിളിച്ചുകൊണ്ട് ഫുഡിന് പോയത്? പ്രൈസ് ദി ലോർഡ്. സഭ കർത്താവിൻ്റെ പദ്ധതിയിൽ നിന്ന് പുറത്തു പോയെന്നുള്ളതിൻ്റെ തെളിവുകളിൽ ഒരു തെളിവായിട്ട് കാണുന്നതാണ് ഞാനതിനെ. എന്നാൽ നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ കേട്ടല്ലോ, എൻ്റെ കർത്താവ് ഫുഡിന് വിളിച്ചത് പിന്മാറ്റക്കാരനെയാ. ആ മനസ്സ് എന്ന് നമുക്കുണ്ടാകുമോ അന്നേ കേരളം വിടുവിക്കപ്പെടത്തുള്ളൂ. വെറും കുറെ പ്രസംഗങ്ങൾ അവതരിപ്പിക്കാവുന്നല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന ക്രിസ്തുവിന് എന്നിൽ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ, സഭയ്ക്കകത്ത് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ സഭാ വളർച്ച സ്വപ്നം കാണരുതാരും. പുള്ളി അവിടെ നിന്ന് സംസാരിക്കുന്ന ഞാൻ കണ്ടു ആ മാവിന്റെ അപ്പുറത്ത്. ക്രിസ്തുവിലാണോ സഭ, അതോ സഭയിലാണോ ക്രിസ്തു, അതോ സഭയ്ക്ക് പുറത്താണോ ക്രിസ്തു? എന്താ കർത്താവ് അങ്ങനെ വെള്ളം ചോദിച്ചത്? എനിക്കിഷ്ടം തോന്നി. അതേ ശമരിയിൽ ശിഷ്യന്മാരെ ആഹാരം കൊള്ളാൻ കർത്താവ് വിട്ടു. വെള്ളം കുടിക്കാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണമില്ലാത്തടത്തുനിന്ന് ആഹാരവും കഴിച്ചു വെള്ളവും കുടിച്ചാലേ ആ ബന്ധനം അഴിയത്തുള്ളെന്ന് യേശുവിന് മനസ്സിലായി. പ്രൈസ്. 3, 7, 21 ഇരുന്നാൽ അഴിയാത്ത ബന്ധനം. ചില വീട്ടിൽ പോയി നീ ഒരു ചപ്പാത്തി തിന്ന് വെള്ളം കുടിച്ചാൽ അഴി. നീ അങ്ങനെ ചെയ്യാതെ 21 തലയും കുത്തിയിരുന്നാലും ദൈവപ്രവൃത്തി പ്രതീക്ഷിക്കരുതേ പ്രിയപ്പെട്ടവരെ. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ മർമ്മം കുറച്ചുപേര് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ കുറെ പ്രോഗ്രാമുകളിൽ വിടുതലുകളില്ലാത്ത, ആത്യന്തികമായി ദൈവപ്രവൃത്തി വെളിപ്പെടാത്ത കുറെ പ്രോഗ്രാമുകളിൽ നമ്മെ ഒതുക്കി വെച്ചിരിക്കുന്നു ഒരദൃശ്യ ശക്തി. ഈ രാത്രി നമ്മൾ പുറത്തു വരണമെന്നുള്ളതാ എന്റെ കർത്താവ് ഈ വചനത്തിലൂടെ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പുതിയ നിയമത്തിലെ ആദ്യത്തെ മിഷണറി ഈ സ്ത്രീയാ. നമ്മൾ എടുക്കുവോ സഭയിൽ മെമ്പറായിട്ട്? ഇന്നത്തെ ഈ നമ്മുടെ സഭയുടെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനും വിശുദ്ധിയുടെ അവതരണവും ഒക്കെ അങ്ങോട്ട് കേട്ടാല് ഇങ്ങനെ ഒരു സഹോദരി വന്നാൽ നമ്മൾ എടുക്കുമെന്ന്. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ ഭർത്താവുമല്ല. യേശു അവളിൽ ഒരു മിഷണറിയെ കണ്ടുകൊണ്ട് നിൽക്കുക. ഈ തിരുവനന്തപുരം പട്ടണത്തെ യേശുവിന്റെ കണ്ണിലൂടെ കാണാൻ ഇതിനകത്തൊരു ദൈവവൈതൽ തയ്യാറായാൽ നിങ്ങൾ കുറിച്ചു വെച്ചോ, പട്ടണം എഴുതി തള്ളിയ ചില കുടുംബങ്ങൾ ആത്മാവിൽ ഇതിനകത്ത് വന്ന് നൃത്തം ചവിട്ടാൻ പോവാ. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? പ്രോത്സാഹിപ്പിക്കുന്ന ക്രിസ്തു. അയ്യോ, ഞാൻ IPCയിലെ ഒരു പാസ്റ്ററാണ്, കുറച്ചു പേർക്ക് അറിയാമല്ലോ. ഞാൻ ചിന്തിക്കുമായിരുന്നു, നമ്മുടെയൊക്കെ ഇടയിലുള്ള ഇപ്പൊ ആ ക്രൂശിൽ കിടന്ന കള്ളനെ പോലെ ഒരുത്തൻ പെട്ടെന്നൊരു സഭായോഗത്തിന് വന്നാൽ, അന്ന് എന്നെ പോലെയുള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് 12:30 ആകുമ്പോൾ അനൗൺസ് ചെയ്യും, സഭായോഗം ഇന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ നേരത്തെ നിർത്തുകയാണ്. ഒരു 12:45 മുതൽ സഭയുടെ ഒരു കമ്മിറ്റി അടിയന്തരമായിട്ട് നമ്മൾ കൂടുകയാണ്. കാരണം എന്നാ, കള്ളൻ വന്നു സഭായോഗത്തിന്. കാരണം അവനോടുള്ള നമ്മുടെ നിലപാട് എന്തായിരിക്കണമെന്ന് കമ്മിറ്റി തീരുമാനിക്കാതെ ഉപദേശിക്ക് ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? അപ്പൊ കമ്മിറ്റി അവതരിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്ന പോലെ ഇന്ന് അദ്ദേഹം പുറകെ വന്നിരുന്നേച്ചു പോയി. നാളെ ചിലപ്പം നമ്മുടെ മെമ്പർഷിപ്പ് ആവശ്യപ്പെടുകയും സ്നാനപ്പെടണമെന്നൊക്കെ പറയാം. അത് എന്താന്ന് വെച്ചാൽ സഭക്കാരൻ്റെ ഒരു അതെ കുഞ്ഞുട്ടി അങ്ങോട്ട് എഴുന്നേറ്റു. അതെ, എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുവാണെങ്കിൽ നമ്മുടെ സഭയ്ക്ക് ഒരു സ്റ്റാറ്റസ് ഉണ്ട്. അപ്പൊ യേശുവിന്റെ സ്റ്റാറ്റസ് അല്ലല്ലേ സഭയുടെ സ്റ്റാറ്റസ്? വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ കമ്മിറ്റി പിരിഞ്ഞപ്പോഴത്തേന് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വന്ന് മിനിറ്റ്സിൽ എഴുതി, ഒരു 3 മാസം പുള്ളി സഭായോഗത്തിന് വരട്ടെ.
ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും അവൻ വല്ലതും കക്കുവോ ഇല്ലയോ എന്ന് അറിയട്ടെ. അതിനുശേഷം നമുക്ക് അടുത്ത കാര്യം, അവനെ ആമ്പിള്ളേർ കൊണ്ടുപോയി ക്രിസ്തുവിന്റെ മനസ്സുള്ളവൻ അടിച്ചോണ്ട് പോയി. എന്നിട്ട് നമ്മക്ക് അങ്ങനെയുള്ളവനെ കണ്ടും കൂടാ. അവനെന്ന് ഉപദേശത്തിൽ യേശുവിന്റെ മനസ്സില്ലാത്ത നീ ഉപദേശത്തിൽ നിൽക്കുന്നോണ്ട് എന്താ പ്രയോജനം? വല്ലതും മനസ്സിലാകുന്നുണ്ടോന്ന്? ക്രിസ്തുവിന്റെ മനസ്സില്ലാത്ത എനിക്ക് കുറെ ഉപദേശമുണ്ട്. ആത്മാക്കളുടെ വിടുതലിന് എന്റെ ഉപദേശം സഹായിക്കുന്നില്ലെങ്കിൽ ഉപദേശത്തിനകത്ത് നിന്നെ ഒതുക്കിയ ഒരു പോരുണ്ടെന്ന് ഞാൻ പറയും. ആമേൻ. കർത്താവ് പറഞ്ഞ എന്നാ, നീ ഇപ്പൊ ഈ ക്രൂശി കിടക്കുന്ന സമയത്ത് ഇപ്പം നിന്നെ അന്ന് ഓർക്കണമെന്നും മറ്റും നീ പറഞ്ഞ എന്നെ നീ വിഷമിപ്പിച്ച് കളഞ്ഞല്ലോ ബ്രദറെ. ഇപ്പൊ എങ്ങനെ ഞാനത് നോക്കട്ടെ, ഞാൻ എന്തായാലും ചെല്ലട്ടെ, ഞാൻ എന്തായാലും ഇപ്പൊ അങ്ങോട്ടെ പോട്ടെ, എന്നെ അയച്ചവന്റെ അടുക്കലേക്ക് പോട്ടെ, ഞാൻ ചെന്ന ശേഷം വിവരം ഞാൻ ഇമെയിൽ ചെയ്യാം. കാരണം ഇന്ന് മുഴുവൻ ഇമെയിലാ. സ്തോത്രം. കർത്താവ് പറഞ്ഞ കണ്ടോ, പ്രോത്സാഹിപ്പിക്കുന്നവന്റെ മനസ്സ് കണ്ടോ. ഇന്ന് നീ ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചില്ലേ? ഇന്ന് എന്നാണോ നീ പ്രാർത്ഥിച്ചത്, ഇന്ന് എന്നോടുകൂടെ നീ ഇരിക്കും. ഓ, പ്രോത്സാഹിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ മനസ്സ് വല്ലോ മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കൾക്ക്? ഓ, ഈ യേശുവിനെ പ്രാർത്ഥനയ്ക്കായി തലകൾ വടക്കാൻ ദൈവമക്കൾ. ആമേൻ. ഈ സന്ദേശം ഇതിന്റെ ബാക്കി ഭാഗം ഒന്നും ചിന്തിക്കാൻ നമുക്ക് എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. ആരും മൗനമായിരിക്കാതെ. പ്രോത്സാഹിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ മനസ്സിന്റെ വലുപ്പം തിരിച്ചറിഞ്ഞവർ ഇതിനകത്തുണ്ടെങ്കിൽ എല്ലാവരും അതാത് സ്ഥാനങ്ങൾ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൃത്യം 9 മണിക്ക് തന്നെ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ആരും അതുകൊണ്ട് നിസ്സഹകരണം കാണിക്കരുത്. ഇന്ന് രാത്രി വചനത്തിലൂടെ കർത്താവ് എന്നോട് സംസാരിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ബോധ്യമുണ്ടെങ്കിൽ അതരങ്ങൾ ചലിപ്പിച്ച് ഒരു നിമിഷം ദൈവത്തിന് മഹത്വം കൊടുക്കുമോ? ഒരു മടങ്ങിവരവ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ലേ? പ്രോത്സാഹിപ്പിക്കുന്ന ക്രിസ്തു ഇന്ന് രാത്രി സഹോദര നിന്നെ പുഷ് ചെയ്യുക. സാരമില്ല, പോട്ടെ, ഒരു തെറ്റ് ചെയ്തു, അതല്ലേ യോഹന്നാൻ പറഞ്ഞത്? കുഞ്ഞുങ്ങളെ, പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. പാപം ചെയ്യരുതെന്നുള്ളതാണ് ദൈവവചനത്തിന്റെ വ്യവസ്ഥ. പക്ഷേ ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ, കണ്ടോ, ഒരുവൻ തെറ്റിപ്പോയാൽ അവന് മടങ്ങി വരാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം ഒരു കാര്യസ്ഥൻ നിനക്കായി നിൽക്കുന്നു. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുവാൻ ആ പ്രോത്സാഹിപ്പിക്കുന്ന കർത്താവിനെ ഉള്ളത്തിൽ പൂർണ്ണമായി സ്വീകരിച്ച് വായിക്കാൻ മനസ്സുള്ള ദൈവമക്കളെ ഇന്ന് രാത്രി കർത്താവ് തിരയുന്നത്. വചനത്തിലൂടെ ദൈവം ഇടപെട്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ദൈവത്തിന് മഹത്വം കൊടുക്കുക. പ്രിയരേ, ഈ പത്രോസിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന 3-4 ചിന്തകൾ വളരെ ഗൗരവമുള്ളതാ. യേശു പത്രോസിനെ നോക്കി. യേശു പത്രോസിനെ പ്രത്യേകം നോക്കി എന്ന് എഴുതിയിട്ടുണ്ട്. ആരെയാ? തള്ളിപ്പറഞ്ഞവനെ ആര് നോക്കും? പക്ഷെ യേശു നോക്കി. കാരണം ശിമോനെ, നിനക്ക് വാഗ്ദത്തമുള്ളവനാ. നിനക്ക് വാഗ്ദത്വം വേണ്ട, വാഗ്ദത്തം ചെയ്തവനെ വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. നീ ആ സഭയുടെ ഉദ്ഘാടന യോഗത്തിലെ മെയിൻ മെസ്സേജ് നീ എന്നെ കുറിച്ച് അന്ന് പ്രസംഗിക്കണം. കണ്ടോ, പ്രോത്സാഹിപ്പിക്കുന്ന ക്രിസ്തു പത്രോസിനെ ഒരു 1-ാം തരം മിഷനറിയാക്കി സഭാ ചരിത്രത്തിൽ ഉയർത്തിയെങ്കിൽ താഴ്ചയിൽ കിടക്കുന്ന നിന്നെ നിന്ദിക്കുന്നവരുടെ നടുവിൽ ഉയർത്തി ദേശത്ത് മാനിക്കാൻ അവന് പദ്ധതിയുണ്ട്. ആ വെളിപ്പാടകത്ത് കിട്ടിയ ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. വലിയ ശക്തിയാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നിറയ്ക്കുവാൻ, അതിലൂടെ വലിയ വിടുതലുകൾ ദൈവാത്മാവ് നമ്മുടെ മധ്യത്തിൽ പകരുവാൻ പ്രാർത്ഥനയോടെ എല്ലാ ദൈവജനവും കരങ്ങളടിച്ച ഒരുമിച്ച് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം.
പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ, അഭിഷേകം പകരണമേ, ഇനി സഭയിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ, അഭിഷേകം പകരണമേ, ഇനി സഭയിൽ നിറയണമേ. എന്നിലെ തടസ്സങ്ങൾ ഞാൻ നീക്കാം, എന്നിലെ അശുദ്ധികൾ ഞാൻ നീക്കാം, എന്നിലെ തടസ്സങ്ങൾ ഞാൻ നീക്കാം, എന്നിലെ അശുദ്ധികൾ ഞാൻ നീക്കാം. ഓ പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ, അഭിഷേകം പകരണമേ, ഇനി സഭയിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ, അഭിഷേകം പകരണമേ, ഇനി സഭയിൽ നിറയണമേ. ആദിമസഭയിൽ പകർന്നതുപോ അളവില്ലാതിന്നു പകരണമേ, ആദിമസഭയിൽ പകർന്നതുപോൽ അളവില്ലാതിന്നു പകരണം. ഓ പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ, ഓ പരിശുദ്ധം പകരണമേ, എന്നിലൂടെ ഒഴുകണമേ. ഉള്ളിലെ മുറിവുകൾ ഉണക്കണമേ, ഹൃദയത്തിൻ വേദനയകറ്റണമേ, ഉള്ളിലെ മുറിവുകൾ ഉണക്കണമേ, ഹൃദയത്തിൻ വേദനയകറ്റണമേ. ഓ പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ, അഭിഷേകം പകരണമേ, ഇനി സഭയിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കാര്യങ്ങൾ അടിച്ചു പോയാട്ടെ. എന്നിലൂടെ ഒഴുകണമേ, അഭിഷേകം പകരണമേ, ഇനി സഭയിൽ നിറയണമേ. ആദ്യ സ്നേഹം വിട്ടുമാറിയവർ മടങ്ങി വരാൻ ശക്തി അയക്കണമേ, ആദ്യ സ്നേഹം വിട്ടുമാറിയവർ മടങ്ങി വരാൻ ശക്തി അയക്കണമേ. ഓ പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ, ഓ പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ. അത്ഭുതങ്ങൾ അടയാളങ്ങളും അതിശക്തമായിന്നു വെളിപ്പെടട്ടെ, അത്ഭുതങ്ങൾ അടയാളങ്ങളും അതിശക്തമായിന്നു വെളിപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ, അഭിഷേകം പകരണമേ, ഇനി സഭയിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ, അഭിഷേകം പകരണമേ, ഇനി സഭയിൽ നിറയണമേ. ഉള്ളിലെ മുറിവുകൾ ഉണക്കണമേ, ഹൃദയത്തിൻ വേദനയകറ്റണം. ഓ ഉള്ളിലെ മുറിവുകൾ ഹല്ലേലൂയ വേദനയകറ്റണമേ. പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ, പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ. എന്നിലൂടെ ഒഴുകണമേ, എന്നിലൂടെ ഒഴുകണമേ. ഓ അഭിഷേകം പകരണമേ, ഇനി സഭയിൽ നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ,